മെഴുവേലി ബാബുജിയുടെ മറയൂർ എന്ന നോവലിന്റെ സെക്കൻഡ് പാർട്ടായ ഭൂമാഫിയ. മറയൂർ കേൾക്കാത്തവർ മറയൂർ കേട്ട ശേഷം ഭൂമാഫിയ കേൾക്കാൻ ശ്രമിക്കുക. ആദ്യ ഭാഗം. രാത്രി കനത്തു. മൂന്നാർ ടൗണും പരിസരവും വിജനമായി തുടങ്ങി. മാർക്കറ്റിനരികിൽ തുറന്നിരിക്കുന്ന ഒരു തട്ടുകടയിൽ രണ്ടുപേർ ഇരുന്ന് ചായ കുടിക്കുന്നു. കമ്പിളുടുപ്പിനുള്ളിലേക്ക് പോലും സൂചിമുനകൾ പോലെ തുളച്ചു കയറുന്ന തണുപ്പ്. അടിമാലി റോഡിലൂടെ വന്ന ഒരു ലോറി കടയ്ക്കരികിൽ നിന്നു. ദോശയുണ്ടോ? ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടി. ഉണ്ട്, ഇറങ്ങി വാ. കടക്കാരൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അരിമാവിരുന്ന പാത്രത്തിൽ തവി കൊണ്ട് നിളക്കി. ലോറി ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. കൈലിയും ഷർട്ടുമാണ് വേഷം. തണുപ്പൊന്നും തന്നെ ബാധിക്കില്ലെന്ന ഭാവത്തിൽ അയാൾ കൈകളൊന്ന് വീശിക്കുടഞ്ഞു. പിന്നെ കൈലിയൊന്ന് മടക്കി കുത്തിയിട്ട് മുട്ടോളം നീണ്ടുകിടക്കുന്ന അണ്ടർവെയറിന്റെ കീശയിൽ നിന്നും ബീഡിയെടുത്തു. ദോശക്കല്ലിനടിയിലേക്ക് അത് നീട്ടി തീ പിടിപ്പിച്ചിട്ട് ചുണ്ടത്ത് വെച്ചു. എങ്ങോട്ടാ? നേരത്തെ അവിടെ ഇരുന്നവരിൽ ഒരാൾ തിരക്കി. കമ്പം, തേനി. എന്നതാ വ്യാപാരം? കുട്ടനാട് പ്രദേശത്ത് സർക്കാർ ധാരാളം പേർക്ക് പശുവിന് കൊടുക്കുന്നുണ്ട്. ഉള്ളത് പറയാമല്ലോ. കമ്പം, തേനി ഭാഗങ്ങളിൽ പശുവിനെയും കിട്ടും, കിടാവിനെയും കിട്ടും, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കിട്ടും. നമുക്ക് പോക്കറ്റ് നിറച്ച് കാശും. ആളുകൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ പശുവിനും കിടാവിനും ജീവൻ ഉണ്ടായിരിക്കണം. അതാ നമ്മുടെ കണ്ടീഷൻ. അയാൾ ബീഡി ഒന്നുകൂടി ആഞ്ഞു വലിച്ചിട്ട് കുറ്റി വലിച്ചെറിഞ്ഞു. ചേട്ടാ, ദോശ വേഗം വേണം. ദാ പിടിച്ചോ. കടക്കാരൻ പ്ലേറ്റ് എടുത്തു. രണ്ടുപേർക്ക് വേണം. അതിന് ഒരാൾ എന്തിയേ? ലോറിയിലുണ്ട്. തണുപ്പെന്നും പറഞ്ഞ് പുറത്തിറങ്ങാണ്ടിരിക്കുക. രണ്ട് പാത്രത്തിൽ ദോശയും ചട്നിയും കൊടുക്കുമ്പോൾ കടക്കാർ ഡ്രൈവറുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. അയാളുടെ പുരുകം ചുളിഞ്ഞത് ഡ്രൈവർ ശ്രദ്ധിച്ചില്ല. ചേട്ടാ, രണ്ട് കടുങ്കാപ്പി. ഒരു പാത്രം ലോറിക്കുള്ളിലേക്ക് കൊടുത്തിട്ട് അയാൾ ബെഞ്ചിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. പൊടുന്നനെയായിരുന്നു കടക്കാരന്റെ ചോദ്യം. നിങ്ങള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ? ഡ്രൈവറുടെ കണ്ണുകൾ കുറുകി. അല്ല, നിങ്ങളെ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. നിങ്ങൾക്കൊരു പോലീസുകാരനുമായിട്ട് നല്ല ചായ. ചായയല്ല, കടുങ്കാപ്പി. ദോശ തിടുക്കത്തിൽ കഴിച്ച് ഡ്രൈവർ എഴുന്നേറ്റു. ലോറിക്കുള്ളിൽ നിന്ന് കാലിയായ പ്ലേറ്റ് പുറത്തേക്ക് നീണ്ടു. അയാൾ അത് വാങ്ങി മടക്കി നൽകി. അയാളുടെ ചലനങ്ങളിൽ ഒരു തിടുക്കം കടക്കാരനും അവിടെ ഇരുന്നവരും ശ്രദ്ധിച്ചു. കാപ്പി വളരെ പെട്ടെന്ന് തീർത്ത് ഗ്ലാസുകളും മടക്കി നൽകി. 50 രൂപയുടെ ഒരു നോട്ട് മേശപ്പുറത്ത് വെച്ച് ബാക്കി പോലും വാങ്ങാതെ ഡ്രൈവർ ലോറിയിൽ കയറി. ബാക്കി പൈസ? കടക്കാരൻ പണപ്പെട്ടി തുറന്നു. തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചോളാം. പറയുന്നതിനിടയിൽ അയാൾ ലോറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അടുത്തിരുന്നയാളെ നോക്കി. എന്നെ അയാൾക്ക് മനസ്സിലായോ സാറേ? ആയി. ഇനി അത് ഓർക്കണ്ട, ലോറി വിട്ടോ. മൂന്നാർ ബോഡിമെട്ട് റോഡിലേക്ക് ലോറി ഇരമ്പി തിരിഞ്ഞു. അതുവരെ തട്ടുകടയിൽ ഇരുന്നവരിൽ ഒരാൾ അത് നോക്കിയ ശേഷം എഴുന്നേറ്റു. അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്തുകൊണ്ട് അകലേക്ക് മാറി. തിടുക്കത്തിൽ ചില നമ്പറുകളിൽ കുത്തിയിട്ട് ആ മനുഷ്യൻ സെൽഫോൺ കാതോട് ചേർത്തു. വളരെ പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. എന്താടാ കോശി? അത് പിന്നെ ഇക്ക, ഒരു ലോറി ഇവിടെ വന്നു. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തട്ടുകടക്കിൽ ഇരിക്കുന്ന രണ്ടാമനും അടുത്തെത്തി. അപ്പോഴേക്കും ലോറി തേയില കമ്പനിയുടെ പെരിയവറൈ ഫാക്ടറിക്കടിയിൽ എത്താറായിരുന്നു. ഡ്രൈവറുടെ ഇടതുഭാഗത്തിരുന്ന മനുഷ്യൻ പുറത്തേക്കൊന്ന് നോക്കി. പിന്നെ വിളിച്ചു. പ്രഭാകര. സർ. സ്പീഡ് കുറയ്ക്ക്. സർ. കോൺസ്റ്റബിൾ പ്രഭാകരൻ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് ആക്സിലേറ്റർ മെല്ലെ അയച്ചു. ആന്റണി സാറേ. പ്രഭാകരൻ വിളിച്ചു. എന്താടാ? സി ആന്റണി പുറത്തു നിന്നും നോട്ടം പിൻവലിച്ചില്ല. നമുക്ക് ഇവിടെങ്ങാനും ലോറി ഒതുക്കിയാലോ? റോഡിന്റെ വലതുവശത്ത് വെട്ടിയിട്ടിരുന്ന തേയിലക്കമ്പുകളെ ലോറിയുടെ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം കണ്ടിട്ടായിരുന്നു പ്രഭാകരന്റെ ചോദ്യം. വരട്ടെ, ആന്റണി മന്ത്രിച്ചു. റോഡിന് താഴെയുള്ള ലയങ്ങളിൽ മെഴുകുതിരി വെളിച്ചം പോലെ ചില ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് ആന്റണി ശ്രദ്ധിച്ചു. ലോറി കപ്പേള പിന്നിട്ടു. ഇനി ഒതുക്കിക്കോ, ആന്റണി നിർദ്ദേശിച്ചു. പ്രഭാകരൻ ലോറി വലത്തേക്ക് വെട്ടിച്ച് തേയിലത്തോട്ടത്തിനോടടുത്ത് ചേർത്ത് നിർത്തി. ലൈറ്റുകൾ അണച്ചു. മഞ്ഞിനിടയിലും നേർത്ത നാട്ടുവെളിച്ചമുണ്ടായിരുന്നു. ഇരുവരും റോഡിലേക്ക് ഇറങ്ങി. ഇരുളിൽ പെട്ടെന്ന് തിരിച്ചറിയാത്ത പാൻസും ഷർട്ടുമാണ് ആന്റണിയുടെ വേഷം. തലയിൽ ഒരു തൊപ്പി. റോഡിന്റെ വക്കിൽ മാറി നിന്ന് ഇരുവരും താഴെ ലയങ്ങളുടെ നേർക്ക് നോക്കി. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ദാ
ആ കാണുന്നതാണ് ലക്ഷ്യം. ആന്റണി കൈ ചൂണ്ടി. മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീട് പോലെ ഒന്ന് പ്രഭാകരനും കണ്ടു. പക്ഷേ ഈ വഴി നമ്മൾ പോകാൻ പാടില്ല. വാ. ഇരുവരും റോഡിലൂടെ മുന്നോട്ട് നടന്നു. അപ്പുറത്തെ വളവിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കാട്ടുചെടികൾക്കിടയിലൂടെ നീങ്ങി. ചെടികൾ അനങ്ങിയപ്പോൾ മുത്തുമണികൾ പോലെ മഞ്ഞുതുള്ളികൾ ചിതറി വീണു. അരമണിക്കൂർ കൊണ്ട് അവർ ലയങ്ങൾക്ക് അക്കരെ എത്തി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആന്റണി ശബ്ദം താഴ്ത്തി. ഉറക്കമിളച്ച് കാവൽക്കാരുണ്ടാവും. അവർ മൈതാനം പോലെയുള്ള ഒരു സ്ഥലത്തെത്തി. തൊഴിലാളികളുടെ മക്കൾ പന്തു കളിക്കുകയും പശുവിനെ മേയ്ക്കുകയും ചെയ്യുന്ന സ്ഥലം. അവർ അവിടെ നിന്നു. ഒരു ഭാഗത്ത് തോട്, അതിനു മീതെ മഞ്ഞ് പരന്നു കിടക്കുന്നു. മഞ്ഞ് മാത്രം ഒഴുകുന്ന തോടാണതെന്ന് തോന്നും. അതിനടുത്ത് ചെറു തുരുത്തുകൾ പോലെ തോന്നിക്കുന്ന മൺപൂറ്റുകൾ. അവയിൽ കാട്ടുചെടികളും കാളപ്പുല്ലുകളും നിറഞ്ഞു നിൽക്കുന്നു. തോട്ടിൽ നല്ല ഒഴുക്ക് കാണും. അപകടം പതിയിരുപ്പുണ്ടാവും. ആന്റണി ചുറ്റും നോക്കി. കാലിപ്പിള്ളർ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നി. ഒരു കമ്പ് കണ്ടു. അതിന്റെ ഒരറ്റം കാളപ്പുല്ലിന് ചുവട്ടിലാണ്. ആന്റണി കുനിഞ്ഞ് കമ്പിന്റെ ഒരറ്റത്ത് തൊട്ടു. അടുത്ത നിമിഷം അത്യുഗ്രമായ ഒരു ചീറ്റലോടെ കമ്പ് പൊളിഞ്ഞു തിരിഞ്ഞു. ആന്റണി പിടിവിട്ടു. പിന്നോട്ട് ചാടി. അയ്യോ! കോൺസ്റ്റബിൾ പ്രഭാകരനിൽ നിന്ന് നിലവിളി പോലെ ഒരു ശബ്ദമുയർന്നു. വർദ്ധിച്ച നെഞ്ചിടപ്പോടെ ആന്റണി പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്തു മിന്നിച്ചു. നേരത്തെ കണ്ട കമ്പ് തലയുയർത്തി ഫണം വിരിച്ചു നിൽക്കുന്നു. കരിമൂർക്കൻ. വെളിച്ചമടിച്ചപ്പോൾ അതിന്റെ കുഞ്ഞു കണ്ണുകൾ ചുവന്ന മുത്തുകൾ പോലെ തിളങ്ങി. ആന്റണി ടോർച്ച് അണച്ചു. അങ്ങോട്ട് മാറിക്കോ പ്രഭാകര. അവരിരുവരും അകലേക്ക് മാറി. എന്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല സാറേ. പ്രഭാകരന് പറയാതിരിക്കാനായില്ല. ഈ മൂർഖനേക്കാൾ വിഷമുള്ളവരെയാവും ഇനി നമുക്ക് നേരിടേണ്ടി വരിക. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ശരീരം നൊന്താലേ ഇവറ്റകൾ കടിക്കൂ. മനുഷ്യർ അങ്ങനെയല്ല. ആന്റണി തോട്ടത്തിനടുത്തിരുന്ന് മഞ്ഞിലേക്ക് ടോർച്ച് മിന്നിച്ചു. ജലപ്പരപ്പിലെ ഓളം അവ്യക്തമായി കണ്ടു. ആദ്യം ഞാൻ അക്കരെ കടക്കാം. ആന്റണി കരുതലോടെ തോട്ടിലേക്ക് ഇറങ്ങി. വഴുവഴുക്കിലുള്ള വലുതും ചെറുതുമായ ഉരുളൻകല്ലുകൾ നിറഞ്ഞ തോട്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളത്തിൻ്റെതുപോലെയുള്ള തണുപ്പ്. ഒരു കല്ലിൽ ചവിട്ടിയപ്പോൾ തെന്നി വീഴേണ്ടതായിരുന്നു അയാൾ. പക്ഷേ ബാലൻസ് ചെയ്ത് പിടിച്ചു നിന്നു. 2 മിനിറ്റോളം എടുത്തു അക്കരെ എത്താൻ. മുട്ടിനു മീതെ വരെ പാൻസ് നനഞ്ഞു. ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ച് ആന്റണി കരയ്ക്കു കയറി. പ്രഭാകര, ഞാൻ വന്ന ഭാഗത്തുകൂടി തന്നെ പോരണം. ശരി സർ. പ്രഭാകരനും അക്കരെ എത്തി. പെട്ടെന്നൊരു വെളിച്ചം മലയിൽ വീശി വന്നു. ഇരുവരും മുകളിൽ റോഡിലേക്ക് നോക്കി. തങ്ങൾ വന്ന റോഡിലൂടെ 2 വാഹനങ്ങൾ ചെറിയ കയറ്റം കയറി വരുന്നു. അവ ലോറിക്കരികിൽ നിന്നു. ഇരുവർക്കും അപകടത്തിന്റെ ചൂരടിച്ചു. അത് ശത്രുക്കൾ തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കണം. ആന്റണി പാൻസിന്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് വലതു കൈയിൽ പിടിച്ചു. അവരുടെ നീക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം നമുക്ക്. ഇരുവരും കാത്തുനിന്നു. 2 ജീപ്പുകളാണ് ലോറിക്കരികിൽ വന്നു നിന്നത്. പെട്ടെന്ന് തന്നെ അവയുടെ ലൈറ്റുകൾ അണഞ്ഞു. അതിൽ നിന്ന് കുറെ പേർ ചാടിയിറങ്ങി. കമാലിക്ക, ഒരുവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. എന്താടാ? ഇരുമ്പു കമാൽ ചുറ്റും നോക്കിക്കൊണ്ട് തിരക്കി. ലോറി കയറി നോക്കട്ടെ. പൊടുന്നനെ 2 പേർ ലോറിയിൽ കയറി ക്യാബിനും പിൻഭാഗവും പരിശോധിച്ചു. ആരുമില്ലിക്ക. സാരമില്ല, ഇറങ്ങിക്കോടാ. കമാൽ പല്ലു ഞെരിച്ചു. ആ വന്നവർ പോലീസുകാരാണെന്ന് പെട്ടിക്കടക്കാരന്റെ സംശയം ശരിയാണെങ്കിൽ അവർ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അയാൾ താഴെ ലയങ്ങൾക്കു നേരെ നോക്കി. നിശബ്ദതയിൽ ചീവീടുകളുടെ ഒച്ചയല്ലാതെ ഒന്നുമില്ല. വാ, തിരിച്ചു പോയേക്കാം. കമാൽ ജീപ്പിന്റെ മുൻസീറ്റിൽ കയറി. അല്ലിക്ക, ഇവിടെ വരെ വന്ന നിലയ്ക്ക്. ഒരാൾ അർദ്ധശങ്കയിൽ നിർത്തി. നീ ജീപ്പിൽ കയറ്. വന്നതുപോലെ 2 ജീപ്പുകളും പോയല്ലോ. തോട്ടിൻകരയിൽ നിന്ന് പ്രഭാകരൻ പറഞ്ഞു. ആന്റണി ശബ്ദമില്ലാതെ ചിരിച്ചു. പൂരം നമുക്ക് കാണാം. ഇരുവരും ലയങ്ങൾക്കരികിലേക്ക് നീങ്ങി. പൊടുന്നനെ ഒരു പട്ടി കുരച്ചു. നാശം. ആന്റണി പ്രഭാകരനെ പിടിച്ചുകൊണ്ട് തറയിലേക്ക് അമർന്നു. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പൊതി വലിച്ചെടുത്തു. അതിൽ ബോണ്ടയോളം വലുപ്പമുള്ള പച്ച ഇറച്ചിയായിരുന്നു. പിടിക്ക്, ആന്റണി പറഞ്ഞു. പ്രഭാകരൻ പ്ലാസ്റ്റിക് പേപ്പർ തന്റെ 2 കൈയിലുമായി നിവർത്തി പിടിച്ചു. ആന്റണി പോക്കറ്റിൽ നിന്നും ചെറുവിരലോളം വലിപ്പമുള്ള പശയുടെ ട്യൂബുകൾ എടുത്തു. ഫെവിക്യുക്കാണ്, തന്റെ കയ്യിൽ പുരളാൻ നോക്കണം. മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആന്റണി അത് 2ഉം തുറന്ന് ഇറച്ചിക്ക് മീതെ ഞെക്കി വീഴ്ത്തി. പിന്നെ പ്ലാസ്റ്റിക് പേപ്പർ വാങ്ങി ചുരുട്ടി
ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും പശ പറ്റത്തക്ക വിധത്തിൽ തടവി. ഇതിൽ കടിക്കുന്ന നിമിഷം പട്ടിയുടെ വായും ഇറച്ചിയും തമ്മിൽ ഒട്ടിക്കോളും. പ്രഭാകരൻ മിഴിച്ചിരുന്നു. ആന്റണി തറയിൽ നിന്ന് നിവർന്നതും നായി കുരച്ചുകൊണ്ട് വീണ്ടും പാഞ്ഞെത്തി. പ്ലാസ്റ്റിക് പേപ്പറിന്റെ ഒരറ്റത്ത് പിടിച്ചുകൊണ്ട് ആന്റണി ഇറച്ചി കഷ്ണം അതിനു നേരെ എറിഞ്ഞു. ഇറച്ചി നായയുടെ മുന്നിൽ ചെന്ന് വീണു. ഒന്ന് പിന്നോക്കം മാറിയെങ്കിലും മണം പിടിച്ച അത് വീണ്ടും മുന്നോട്ട് വന്നു. ഇറച്ചി കടിച്ചെടുത്തു. നിമിഷങ്ങൾ. നായയുടെ മൂളിലും കുടയുമ്പോൾ ചെവി അടിക്കുന്ന ശബ്ദവും കേട്ടു. സംഗതി ഏറ്റു. മറ്റു പട്ടികൾ വന്നാൽ എന്തു ചെയ്യും സാറേ? ഇനി ഇറച്ചിയുണ്ടോ? പ്രഭാകരന് സംശയം. എത്ര വേണേലും വന്നോട്ടെ, സംഗതി അത് മതി. പ്രഭാകരന് പിടികിട്ടിയില്ല. അവർ മുന്നോട്ട് നീങ്ങിയതും 2 പട്ടികൾ കൂടി പാഞ്ഞെത്തി. ആദ്യത്തെ പട്ടി ഓടി, അതിനു പിന്നാലെ മറ്റുള്ളവയും. ഒന്നും പിടികിട്ടുന്നില്ല സാറേ. നായ്ക്കൾ ഓടിപ്പോയ ഭാഗത്തേക്ക് പ്രഭാകരൻ നോക്കി. ഇനി എത്ര പട്ടികൾ വന്നാലും ആദ്യത്തേതിന് പിന്നാലെ പൊയ്ക്കോളും. അതിന്റെ വായിലല്ലേ ഇറച്ചിയിരിക്കുന്നത്. ഇപ്പോൾ പ്രഭാകരന്റെ കാര്യം മനസ്സിലായി. അവർ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലയത്തിനടുത്തേക്ക് നീങ്ങിയതും തലയ്ക്ക് മീതെ കൂടി ഒരു ടോർച്ചിന്റെ വെളിച്ചം പാഞ്ഞുപോയി. അവർ വീണ്ടും കുനിഞ്ഞു. ആരെയോ കണ്ടിട്ടാ പട്ടി കുരച്ചത്, ഒരാൾ പറയുന്നു. എങ്കിൽ ഇപ്പൊ കുരയ്ക്കാത്തതെന്താ? വേറെ പട്ടി വല്ലതുമായിരിക്കും. എല്ലാം കൂടി ഓടിപ്പോകുന്നത് കണ്ടില്ലേ? മറ്റൊരു ശബ്ദം. അയാൾ പറഞ്ഞ നിമിഷം പട്ടികൾ കടിപിടി കൂടുന്ന ഒച്ചയേർന്നു. ഞാൻ പറഞ്ഞില്ലേ, നീ വാ. പണ്ടാരമടങ്ങുന്ന തണുപ്പ്. കുടിച്ചതിന്റെ മുഴുവൻ കെട്ടും പോയി. ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ? എവിടുന്ന്? ഇരുവരും വീണ്ടും തിണ്ണയിലേക്ക് കയറി. 2 പേരാണ് കാവൽ. ആന്റണി പ്രഭാകരന്റെ കാതിൽ പറഞ്ഞു. ഒച്ചയെടുക്കാനുള്ള നേരം പോലും കൊടുക്കരുത് സർ. പൊടുന്നനെ തിണ്ണയിൽ നിന്നും മിന്നുന്ന വെളിച്ചവും മൊബൈൽ ഫോണിന്റെ റിംഗ് ടോണും കേട്ടു. ഒരാൾ ഫോൺ എടുത്തു. ആന്റണിയും പ്രഭാകരനും കാതു കൂർപ്പിച്ചുകൊണ്ട് മുറ്റത്തിന് താഴെ എത്തി. 1 മീറ്ററോളം ഉയരമുണ്ട് മുറ്റത്തേക്ക്. ഫോൺ എടുത്തയാൾ പറയുന്നത് അവർ കേട്ടു. ഇല്ലിക്ക, ആരും വന്നില്ല. ഒരനക്കം പോലുമില്ല. ഇല്ല, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ശരി. അയാൾ കോൾ കട്ട് ചെയ്തു. എന്താടാ? രണ്ടാമത്തെ ചോദ്യം. ഇക്കയാ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നോന്ന്. റോഡിൽ ആളില്ലാതെ ഒരു ലോറി കിടപ്പുണ്ടെന്ന്. നമ്മൾ ചുറ്റുപാടും ഒന്ന് പരിശോധിക്കാൻ. വാടാ. പിന്നെ രാത്രിയില കോപ്പ്. നീ വേണേ പോയി നോക്ക്. അയാൾ പായയിലേക്ക് ചാഞ്ഞ് ഒരു കരിമ്പടം കഴുത്ത് വരെ വലിച്ചിട്ടു. ആദ്യത്തെയാൾ തലയണയ്ക്കടിയിൽ നിന്ന് ഒരു കഠാര എടുത്തു. പിന്നെ ടോർച്ച് തെളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ലയത്തിന് ചുറ്റും ഒരു വട്ടം ടോർച്ചടിച്ച് പരിശോധിച്ചു. പിന്നെ മുറ്റത്തിന്റെ കട്ടിങ്ങിൽ വന്നു നിന്ന് താഴെ മൈതാനത്തേക്കും ടോർച്ച് മിന്നിച്ചു. മഞ്ഞായതിനാൽ 10 അടി ദൂരത്തിനപ്പുറം കാണാനായില്ല. അയാൾക്കു നേരെ താഴെ പതുങ്ങിയിരിക്കുകയാണ് ആന്റണിയും പ്രഭാകരനും. അയാൾ കട്ടിങ്ങിൽ ഇരുന്ന് താഴേക്ക് മൂത്രമൊഴിക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം ആന്റണി മിന്നൽ പോലെ മേലേക്ക് ഉയർന്നു. അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തലയ്ക്ക് മീതെ കൂടി മലർത്തി നിലത്തടിച്ചു. ഒരു ഞെരുക്കമേ അയാളിൽ നിന്നുണ്ടായുള്ളൂ. നടുവ് ഒടിഞ്ഞതുപോലെ അയാൾ തറയിൽ കിടന്ന് പിടഞ്ഞു. ആ സെക്കൻഡിൽ ആന്റണി കൈപ്പത്തി കൊണ്ട് അയാളുടെ കഴുത്തിൽ ഒരു വെട്ടുകൂടി കൊടുത്തു. പിന്നെ അയാൾ ഓങ്ങിയതുമില്ല. മറിഞ്ഞു വീണോടാ? ചോദിച്ചുകൊണ്ട് രണ്ടാമൻ ചാടി ഇറങ്ങി വന്നു. വെള്ളം അടിച്ച് കാലിറക്കാത്തവന് പെടുക്കാൻ കണ്ട സ്ഥലം. തന്റെ കൂട്ടുകാരൻ മുറ്റത്തിന് താഴെ മലർന്നു കിടക്കുന്നത് അവ്യക്തമായി അയാൾ കണ്ടു. അയാൾ അവിടേക്ക് എടുത്തു ചാടി. അടുത്ത നിമിഷം മൂക്കും ചുണ്ടും ചേർത്ത് ഒരു ഇടി കിട്ടി. ആ! അയാൾ കട്ടിങ്ങിലേക്ക് ചാരി. ശിരസിൽ കല്ലുകൊണ്ട് ഒരു ഇടി കൂടി. അവിടെ തന്നെ അയാളും വീണു. പ്രഭാകര, ഇനി സമയം കളയരുത്, ആന്റണി പറഞ്ഞു. ഒറ്റ കുതിപ്പിൽ ഇരുവരും മുറ്റത്തെത്തി. അവിടെ നിന്ന് തിണ്ണയിൽ. ആന്റണി വാതിലിൽ മുട്ടി. 4-5 തവണയായപ്പോൾ അകത്ത് വസ്ത്രമുലയുന്നതുപോലെ ഒരു ശബ്ദവും പെറുറുക്കലും കേട്ടു. ആരാ അത്? കമലയുടെ ഒച്ച. ഞാനും അടി, കഴിവരുടെ മോളെ. ഞാനെന്ന് വെച്ചാ നിന്റെ കെട്ടിയോൻ കമാല്, ആന്റണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഓ, ഇക്കയായിരുന്നോ? നീ വിളക്കൊന്ന് കത്തിക്കേണ്ട, വാതിൽ തുറക്ക്. അടുത്തു വരുന്ന കാലൊച്ച. വാതിൽ തുറക്കപ്പെട്ടു. ആന്റണി അകത്തു കയറി. ഇനി നീ വിളക്ക് കത്തിക്ക്. ഇരുട്ടത്ത് കോപ്പ് കണ്ടുപിടിക്കുന്ന കാര്യമാ, പെറുപുറത്തുകൊണ്ട് കമല പിന്തിരിഞ്ഞു. ആ നിമിഷം പ്രഭാകരനും അകത്തു കയറി. പിന്നെ തപ്പി തടഞ്ഞ് വാതിലടച്ച് കുറ്റിയിട്ടു. ആരാടി അത്? ഇരുളിൽ അസ്വസ്ഥതയോടെയുള്ള പുരുഷ ശബ്ദം കേട്ടു. അത് തിരുമൂർത്തിയുടേതാണെന്ന് ആന്റണിയും പ്രഭാകരനും തിരിച്ചറിഞ്ഞു. കമാലിക്കയാ.
റാന്തൽ വിളക്ക് കത്തിക്കുന്നതിനിടയിൽ കമല പെറുവിറുത്തു. ഈ ലയത്തിൽ മാത്രം തോട്ടക്കാര് കരണ്ടും തരത്തില്ല. മൂർത്തി അത് ശ്രദ്ധിച്ചില്ല. എടാ കമാല് കഴിവേറി, ഈ രാത്രി നിനക്ക് ഇവിടെ കൂടെ തന്നെ കിടന്നേ പറ്റത്തുള്ളോടാ? അയാൾ ചോദിച്ചതും വിളക്ക് തെളിഞ്ഞതും ഒന്നിച്ചായിരുന്നു. കട്ടിലിൽ കിടന്നുകൊണ്ട് മൂർത്തി തല തിരിച്ചു നോക്കി. ആദ്യം ഒരു ഇരുണ്ട രൂപം മാത്രമാണ് കണ്ണിലുടക്കിയത്. ആന്റണി മുന്നോട്ടെടുത്തു. അയാളുടെ മുഖം കണ്ടതും തിരുമൂർത്തി വിറച്ചുപോയി. കമലേ, ചതിച്ചടി! ഏ? കമല തിരിഞ്ഞു. പക്ഷേ പിന്നിൽ നിന്ന് പ്രഭാകരൻ അവളുടെ കഴുത്തിൽ കത്തി അമർത്തി. മിണ്ടരുത്, കഴുത്ത് കണ്ടിച്ചു കളയും ഞാൻ. ഓടി വരണടാ! മൂർത്തി കാവൽക്കാരെ വിളിക്കാൻ വായ തുറന്നു. ആ ക്ഷണം ആന്റണി റിവോൾവറിന്റെ കുഴൽ അയാളുടെ തൊണ്ടയിൽ കുത്തി. നിന്നോട് കൂടിയാ പറഞ്ഞത് മിണ്ടരുതെന്ന്. മൂർത്തിയുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. ആന്റണി മൂർത്തിയെയും കമലയെയും മാറി മാറി നോക്കി. മൂർത്തി അനങ്ങിയില്ല. കമലയുടെ തല കുനിഞ്ഞു. അപ്പോ നീയാണ് ഇവിടുത്തെ ഡോക്ടറും നേഴ്സുമല്ല അല്ലേടി? ഏത് നായിന്റെ മോനെയും നീ ചികിത്സിച്ച് നേരെയാക്കും. അത് സാറേ, ഞാൻ... കമലയ്ക്ക് ബാക്കി പറയാനായില്ല. പിന്നിൽ നിന്ന് പ്രഭാകരൻ ചെവി അടക്കം ഒറ്റയടി. കമല വേച്ചുപോയി. പ്രഭാകരൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് നേരെ നിർത്തി വീണ്ടും കഴുത്തിൽ കത്തിവെച്ചു. ഇപ്പോഴെങ്ങനെയുണ്ടറാ നിന്റെ കാല്? റിവോൾവർ മാറ്റാതെ ആന്റണി അയാളുടെ ഒരു കാൽ പൊക്കിയിട്ട് പിടിവിട്ടു. അയ്യോ! അസഹ്യമായ വേദനയിൽ മൂർത്തി പിടഞ്ഞു. അപ്പൊ ശരിയായിട്ടില്ല അല്ലേ? ഇനി ശരിയാകാനും പോകുന്നില്ല. മിണ്ടാനായില്ലെങ്കിലും പരാജയം സമ്മതിച്ചതുപോലെ തിരുമൂർത്തി ആന്റണിയെ തൊഴുതു. ഓഹോ, അപ്പോ നിനക്കിതൊക്കെ അറിയാം. ആന്റണിയുടെ ഭാവം മാറി. നിന്റെ മുന്നിൽ എത്ര പേരിങ്ങനെ കേണിട്ടുണ്ടടാ, ഓർത്തു നോക്ക്. അതുകൊണ്ട് ദയ എന്നൊന്ന് നിനക്ക് കിട്ടത്തില്ല. ആന്റണി ചുറ്റും നോക്കി. സമയം കുറവാ, നമുക്ക് പോയേക്കാം പ്രഭാകര. സർ. വിളിയിൽ നിന്ന് തന്നെ പ്രഭാകരൻ കാര്യം ഗ്രഹിച്ചു. കമലേ, നിന്റെ കൈകൾ പിന്നോട്ട് നീട്ടടി, അയാൾ പറഞ്ഞു. എന്തിനാ സാറേ? നിനക്കൊരു വളയിടാൻ. നീട്ടടി. അവൾ കൈകൾ നീട്ടി. പ്രഭാകരൻ ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്നും വീതിയേറിയ സെല്ലോ ടേപ്പെടുത്ത് ആ കൈകൾ ചേർത്ത് ചുറ്റി. പിന്നെ കുറച്ച് അവളുടെ ചുണ്ടുകളും ശിരസും ചേർത്ത് ചുറ്റി. ഇനി നീ അവിടെ ഇരുന്നോടി. അയാൾ അവളെ തറയിലേക്ക് തള്ളി. തുടർന്ന് കത്തി അരയിൽ തിരുകിയിട്ട് തിരുമൂർത്തിക്ക് അടുത്ത് വന്നു. അയാളുടെ കൈകൾ മുന്നോട്ട് വെച്ച നിലയിൽ ബന്ധിച്ചു. ആന്റണി റിവോൾവർ മാറ്റി. സാറേ, എന്നെ കൊല്ലരുത്, മൂർത്തി വിലപിച്ചു. കൊല്ലാനോ? അതായിരുന്നേ എപ്പോഴേ ആകാമായിരുന്നു. നിന്നെ ജീവനോടെ നിലനിർത്തേണ്ടതിപ്പോ എന്റെ ആവശ്യമാ മൂർത്തി. ആന്റണി അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. പ്രഭാകരൻ അയാളുടെ ചുണ്ടുകൾ ബലമായി അടുപ്പിച്ച് പിടിച്ച് ടേപ്പ് ചുറ്റി. അപ്പോ നമുക്ക് പോകാം മൂർത്തി. തൽക്കാലം നിന്നെ വലിച്ചോണ്ട് പോകാനേ ഞങ്ങൾക്ക് പറ്റൂ. ഞാനിപ്പം സസ്പെൻഷനിലായതുകൊണ്ട് കൂടുതൽ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് മഞ്ചലിൽ എഴുന്നള്ളിച്ചു കൊണ്ടാനൊന്നും പറ്റത്തില്ല. അയാൾ മൂർത്തിയെ വലിച്ചു പൊക്കി കട്ടിലിരുത്തി. ആ കൊടും തണുപ്പിലും മൂർത്തി കുടുകുടെ വിയർത്തു. ഒന്ന് താങ്ങു പ്രഭാകര. ആന്റണിയും പ്രഭാകരനും ഇരുവശത്തു നിന്നു. അയാളുടെ കക്ഷത്തിൽ മുറുകെ പിടിച്ചുയർത്തി പുറത്തേക്ക് നടക്കാനാഞ്ഞു. കാൽ തറയിൽ മുട്ടിയപ്പോൾ പ്രാണൻ പോകുന്നതുപോലെ മൂർത്തി പിടഞ്ഞു. അടുത്ത നിമിഷം വല്ലാത്ത ശബ്ദത്തോടെ ലയത്തിന്റെ വാതിൽപ്പാളി തകർന്ന് അവരുടെ മുന്നിൽ വീണു. ആന്റണിയും പ്രഭാകരനും കിടുങ്ങിപ്പോയി. തറയിൽ വീണ വാതിൽപ്പാളിക്ക് മീതെ കൂടി ഇരുമ്പ് കമാലും സംഘവും അകത്തേക്ക് ഇരച്ചു കയറി. സാറേ, മൂർത്തിയണ്ണനെ ഞങ്ങൾ എടുത്തോണ്ട് വരാം. എവിടെ വേണേലും പറ, എവിടെ കൊണ്ടുവരണം? നിന്റെ അമ്മയുടെ തറവാടിന്റെ തെക്ക് ഭാഗത്ത് വെട്ടിയിരിക്കുന്ന ശവക്കുഴി. പൊടുന്നനെ പിന്നിൽ നിന്നും ഇടിവെട്ട് പോലെ ഒരു മറുപടി. ഇരുമ്പ് കമാലും സംഘവും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രക്തം ഉൾവലിഞ്ഞതുപോലെ ഇരുമ്പ് കമാലിന്റെയും കൂട്ടരുടെയും മുഖം വിളറിപ്പോയി. കട്ടിലുകളുടെ ഇരുപടികളിലും പിടിമുറുക്കി ഒരാൾ അവരെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. വിളക്കിന്റെ വെളിച്ചം അവർക്കിടയിലൂടെ കഷ്ണങ്ങളായി അയാളുടെ മുഖത്തടിച്ചു. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ആ മനുഷ്യൻ അകത്തേക്ക് കയറി. ശിവജി. ഇരുമ്പ് കമാലിന്റെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. ഞാനും കൂടി ഉണ്ടേ. ഇരുളിൽ നിന്ന് ഒരു ശബ്ദം കൂടി കേട്ടു. അടുത്ത നിമിഷം നാബി മജീദും കൂടി അകത്തെത്തി. കമാലും സംഘവും പരസ്പരം നോക്കി. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ശിവജി പറഞ്ഞു. കമാലേ, റോഡിൽ കിടക്കുന്ന ലോറിയുടെ പെട്ടിയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. നിന്റെ ആളുകൾ അതിൽ കയറി പരിശോധിച്ചപ്പം ഇരുട്ടിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. തിരിച്ചു പോകാമെന്ന് ഉറക്കെ പറഞ്ഞിട്ട് നീ ജീപ്പ് തിരിച്ചു വിട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി.
അത് മടങ്ങി വരാനുള്ള പോക്കാണെന്ന്. ശിവജി ഒന്ന് നിർത്തി. ബാക്കി പറഞ്ഞത് മജീദാണ്. തന്തയ്ക്ക് പിറക്കായുടെ ക്യാപ്റ്റനാണല്ലോ കമാലെ നീ. അതുകൊണ്ട് നിന്നെയൊക്കെ ഒന്ന് ഒത്തുകിട്ടാൻ ലയത്തിന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളും. എന്തു ചെയ്യണമെന്നറിയാതെ കമാൽ പകച്ചു. പൊടുന്നനെ ആന്റണി അയാൾക്ക് നേരെ റിവോൾവർ ചൂണ്ടി. എന്താ കമാലെ, ഒന്ന് ഉറച്ചു നോക്കുന്നോ? കമാൽ മിണ്ടിയില്ല. തിരുമൂർത്തിയിലെ പിടിവിട്ട് ആന്റണി മുന്നോട്ട് നീങ്ങി. നിന്റെ തലയ്ക്കുള്ളിൽ കളിമണ്ണാണെന്ന് പരിശോധിക്കാൻ ഇതിനേക്കാൾ പറ്റിയ ഒരു നേരമില്ലടാ. ഞാനൊന്ന് നോക്കട്ടെ. ആന്റണി റിവോൾവറിന്റെ ബാരൽ അയാളുടെ നെറ്റിക്ക് മധ്യേ കുത്തി അമർത്തി. കമാലിന്റെ മിഴികളിൽ ഭയം തിങ്ങി. ആയുധങ്ങൾ താഴെയിടാൻ പറയടാ ഇവരോട്. കമാൽ തന്റെ ആളുകൾക്ക് കണ്ണുകൊണ്ട് ഒരടയാളം കൊടുത്തു. അവർ ആയുധങ്ങൾ തറയിലേക്കിട്ടു. അവ പരസ്പരം മുട്ടി കിലുങ്ങി. ശിവജി, യുവമാരുടെ കയ്യിൽ എത്ര സെൽഫോണുകളുണ്ടെന്ന് നോക്കിക്കേ. ശിവജി അവർക്ക് നേരെ കൈനീട്ടി. എല്ലാവരും ഫോൺ ഇങ്ങോട്ട് വെച്ചേ. മുന്നിൽ നിന്നിരുന്നവർ മടിച്ചു. ഞൊടിയിടയിൽ ശിവജിയുടെ ചുരുട്ടിയ കൈത്തലം ചീറിയെത്തി. അടിവയറ്റിൽ ഇടിയേറ്റ അയാൾ വില്ലുപോലെ മുന്നോട്ട് വളഞ്ഞു. പെട്ടെന്ന് തന്നെ ഫോൺ കൊടുക്കുകയും ചെയ്തു. പിന്നാലെ മറ്റുള്ളവരും ഫോൺ കൊടുത്തു. കമാൽ ഉൾപ്പെടെ 5 സെൽഫോണുകൾ. ശിവജി, ആന്റണി വീണ്ടും വിളിച്ചു. സർ, അവയ്ക്ക് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. നോക്കാം സർ. ശിവജി ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ അവ ഓരോന്നുമായി താഴെ മൈതാനത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മടങ്ങി വന്നു. റേഞ്ച് ഇല്ലായിരുന്നു സാറേ, അതുകൊണ്ട് റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. നന്നായി. അപ്പൊ കമാലെ, ആന്റണിയുടെ നോട്ടം വീണ്ടും അയാളുടെ മുഖത്തുടക്കി. നിന്റെ തലയോട് ഞാനൊന്ന് പിളർത്തി നോക്കട്ടെ? വേണ്ട സർ, അയാൾ മന്ത്രിച്ചു. എങ്കിൽ എല്ലാവരും കൂടി ഈ മൂർത്തി ഒന്ന് പൊക്കിയാട്ടെ, എന്നിട്ട് റോഡിലേക്ക് കൊണ്ടുപോവാ. അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു കമാലിനും സംഘത്തിനും. അവർ മൂർത്തിയെ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും വേലത്തരം കാണിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ മേലേക്കും താഴേക്കും നോക്കത്തില്ല കേട്ടോ കമാലെ. ഇതിനുള്ളിലെ ബുള്ളറ്റ് മുഴുവൻ നിനക്കായിട്ട് ഞാൻ റിസർവ് ചെയ്ത് ഇരിക്കുക. ഏറ്റവും മുന്നിൽ ശിവജിയും മജീദും, അതിന് പിന്നിൽ തിരുമൂർത്തിയെ താങ്ങിയെടുത്തവർ, അവസാനം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആന്റണി. അങ്ങനെ ആ സംഘം ലയങ്ങൾക്കിടയിലൂടെ റോഡിലേക്ക് നടന്നു. കോൺസ്റ്റബിൾ പ്രഭാകരൻ ലയത്തിനുള്ളിൽ തറയിലിരിക്കുന്ന കമലയെ നോക്കി. ഇനി ഇത്തരം ചെറ്റത്തരത്തിന് നീ കൂട്ടുനിന്നാലുണ്ടല്ലോ, ഞാനൊരു കാന്താരി പ്രയോഗം അങ്ങ് നടത്തും, പറഞ്ഞേക്കാം. കമല ദയനീയമായി അയാളെ നോക്കി. തുടർന്ന് കയ്യിലെയും മുഖത്തെയും കെട്ടുകൾ അഴിച്ചു മാറ്റാൻ യാചനാഭാവത്തിൽ ആംഗ്യം കാണിച്ചു. അത് വേണ്ടടി, ഭാഗ്യമുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോ ആരെങ്കിലും നിന്നെ അയച്ചു വിട്ടോളും. പ്രഭാകരൻ തിടുക്കത്തിൽ ആന്റണിക്കൊപ്പം പോയി. ആ സംഘം റോഡിലെത്തി. അയാളെ ലോറിയുടെ തട്ടിലേക്ക് കിടത്തിക്കോ, ആന്റണി നിർദ്ദേശിച്ചു. കമാലും സംഘവും വളരെ ബുദ്ധിമുട്ടി ലോറിയിലേക്ക് കയറി. തിരുമൂർത്തിയെ തട്ടിൽ കിടത്തി. പിന്നെ റോഡിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ പിന്നാലെ വരാൻ ശ്രമിക്കല്ലേ കമാലെ, മുന്നറിയിപ്പ് നൽകിയിട്ട് ആന്റണി ക്യാബിനിൽ കയറി. മറുഭാഗത്തു കൂടി പ്രഭാകരനും ശിവജിയും മജീദും തിരുമൂർത്തിക്ക് അരികിലേക്കാണ് കയറിയത്. പ്രഭാകരൻ ലോറി അല്പം മുന്നോട്ടെടുത്ത് തിരിച്ചിട്ട് വന്ന വഴിക്ക് പാഞ്ഞുപോയി. വരുന്നടാ. ലോറി പോയതും കമാൽ അതിന് പിന്നാലെ ഓടി. ഒപ്പം മറ്റുള്ളവരും. കുറച്ചകലെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു അവരുടെ ജീപ്പുകൾ. എവിടേക്കാണ് മൂർത്തിയണ്ണനെ കൊണ്ടുപോകുന്നതെന്ന് അറിയണം. ആദ്യത്തെ ജീപ്പിന്റെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലേക്ക് കമാൽ ചാടി വീണു. ബാക്കിയുള്ളവരും 2 ജീപ്പുകളിലായി കയറി. കമാൽ അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്റർ ഞെരിച്ചിട്ടും ജീപ്പ് കുലുങ്ങിയതല്ലാതെ മുന്നോട്ട് നീങ്ങില്ല. ഛേ! കമാൽ പുറത്തിറങ്ങി ടയറുകളിലേക്ക് ടോർച്ച് മിന്നിച്ചു നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിന്റെ 4 ടയറിലെയും കാറ്റ് അഴിച്ചു വിട്ടിരിക്കുന്നു. രണ്ടാമത്തെ ജീപ്പും അതേ അവസ്ഥയിലായിരുന്നു. ആയിന്റെ മക്കൾ! ലോറി പോയ ഭാഗത്തേക്ക് നോക്കി കടപ്പലുകൾ ഞെരിച്ചുകൊണ്ട് ഇരുമ്പ് കമാൽ അലറി. ആ നേരത്ത് തിരുമൂർത്തിയുടെ വീട്ടിലുണ്ടായിരുന്നു ലെനിൻദാസ്. മങ്ങിക്കത്തുന്ന ബൾബിന്റെ വെളിച്ചത്തിൽ അവൻ കിടക്കയിലേക്ക് നോക്കി. ഒരു വശത്തേക്ക് മുഖം തിരിച്ച് വിയർപ്പിൽ കുളിച്ചു കിടക്കുകയാണ് ദേവമ്മ. കിടക്കയിൽ എഴുന്നേറ്റിരുന്നിട്ട് ലെനിൻ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ദേവമ്മയിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. ലെനിൻ കൈനീട്ടി അവളുടെ മുടിയിലൊന്ന് തഴുകി. നീ ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ദേവമ്മേ? നേർത്ത ചിരിയോടെയായിരുന്നു അവന്റെ ചോദ്യം. അവൾ മിണ്ടിയില്ല. ആ ഉടൽ വിറയ്ക്കുന്നത് ലെനിൻ കണ്ടു. അവൻ എഴുന്നേറ്റു. എന്ത് സാധനം വേണേലും എന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണീരോടെ ദേവമ്മ തിരിഞ്ഞു. എനിക്ക് മൂർത്തിയണ്ണനെ ഒന്ന് കാണണം.
അവനെ ഞാൻ ഒരിടത്തേക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? താമസിയാതെ മടങ്ങി വരും. മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ ലെനിൻ കിടപ്പറയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവിടെ തറയിൽ വിരിച്ച തഴപ്പായിൽ ചുരുണ്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ദേവമ്മയുടെ മക്കൾ. ലെനിൻ പുറത്തേക്കുള്ള വാതിൽ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. പുറത്തേക്കിറങ്ങി വാതിൽ ചാരിക്കൊണ്ട് അവൻ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞു. പിന്നെ ചെന്ന് സുമോയിൽ കയറി. അടുത്ത നിമിഷം പോക്കറ്റിൽ കിടന്ന സെൽഫോൺ വിറച്ചു. അവൻ അതെടുത്ത് നമ്പർ നോക്കി. മൂന്നാറിലെ ഒരു ലാൻഡ് ഫോൺ നമ്പർ. ചുളിഞ്ഞ നെറ്റിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഞാനാ മുതലാളി, കമാൽ. അപ്പുറത്തു നിന്നും ശബ്ദം കേട്ടു. എന്താടാ? ആ സമയത്തെ വിളിയിൽ ലെനിൻ ജാഗരൂകനായി. ഫോണിൽ കേട്ട വാർത്ത അവനെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. പരിസരം മറന്ന് ലെനിൻ അലറി. ഒന്നും പറയണ്ട കമാൽ, മൂർത്തി എനിക്ക് മടക്കി കിട്ടണം, നേരെ പുലരിന് മുമ്പ് തന്നെ. അതിനിടെ എത്ര ശവങ്ങൾ വേണമെങ്കിലും വീണോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എത്ര ആളുകളെ വേണമെങ്കിലും നീ കൂട്ടിക്കോ. മൂന്നാറിലും അടിമാലിയിലുള്ള സകല കൊട്ടേഷൻ ഗ്രൂപ്പുകാരെയും വിളിച്ചോ. എത്ര വാഹനങ്ങൾ വേണമെങ്കിലും ഉപയോഗിച്ചോ. പക്ഷേ CI ആന്റണിയും മറ്റേ നായിന്റെ മക്കളും അടിമാലി കടന്നു പോകാൻ പാടില്ല. മനസ്സിലായോ? ആയി മുതലാളി. എന്നാ ചെല്ല്. രോഷത്തോടെ ലെനിൻ കോൾ കട്ട് ചെയ്തു. വാതിലടയ്ക്കാൻ വന്ന ദേവമ്മ ഇത് കേട്ടു. മൂർത്തിയെക്കുറിച്ച് തിരക്കാൻ അവൾ പുറത്തേക്ക് കാൽ വെച്ചു. പക്ഷേ ആ നിമിഷം സുമോ സ്റ്റാർട്ടായി പിന്നോട്ട് നീങ്ങി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് ശരവേഗത്തിൽ പാഞ്ഞുപോയി. ദേവമ്മ വാതിൽപ്പടിയിലേക്ക് ചാരി സ്തബ്ധയായി നിന്നു. പിറ്റേന്ന് നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ഇരച്ചെത്തിയ 2 സുമോ വാനുകൾ അവറാസിന്റെ മുറ്റത്തേക്ക് കയറി ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയത് ലെനിൻദാസ്. പിന്നാലെ കണ്ടെയ്നർ സാബുവും കത്രിക പരമവും അടങ്ങിയ ഗുണ്ടാസംഘം. അവറാച്ചൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. വാതിലിൽ ശക്തിയായി മുട്ടുകേട്ട് അയാൾ എഴുന്നേറ്റു. ആരാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? ഭാര്യ തിരക്കി. നോക്കട്ടെ. അവറാച്ചൻ വാതിൽക്കിലേക്ക് നടന്നു. 2-3 മുറികളും അടുക്കളയുമുള്ള ഒരു പഴയ വീടായിരുന്നു അവറാച്ചൻ്റേത്. മുറ്റത്തോട് ചേർന്ന് ഓല കൊണ്ട് കുത്തിമറിച്ച ഒരു ഷെഡ് കൂടിയുണ്ട്. ശർക്കര സൂക്ഷിക്കുന്ന ഷെഡ്. അതിനു മുന്നിൽ ട്രാക്ടർ കിടപ്പുണ്ട്. ലെനിൻ അസ്വസ്ഥതയോടെ അതിൽ നോക്കി നിന്നു. വീണ്ടും വാതിലിൽ മുട്ടാൻ ഭാവിക്കുമ്പോഴേക്കും അത് തുറക്കപ്പെട്ടു. തൊട്ടു മുന്നിൽ ലെനിനെയും കൂട്ടരെയും കണ്ട് അവറാച്ചൻ ഞെട്ടിപ്പോയി. ലെനിൻ രോഷത്തോടെ അവറാച്ചനെ നോക്കി. നന്ദിയില്ലാത്ത നായെ, നീ ശത്രുവശം ചേർന്നു അല്ലേടാ? മുതലാളി. മിടയിറക്കിക്കൊണ്ട് അവറാച്ചൻ എന്തോ പറയാൻ നാവനക്കി. വേണ്ട. ലെനിൻ കൈ ഉയർത്തി. നിന്റെ ആ നാവിൽ നിന്ന് ഇനിയൊരു ശബ്ദം പുറത്തു വന്നാ ഞാനത് പിഴുതെടുക്കും. അവസാനമായി നിന്നോടൊരു കാര്യം പറയാനാ ഈ വെളുപ്പം കാലത്ത് ഞാൻ വന്നത്. ഇനി എന്റെ കരിമ്പൻ തോട്ടത്തിലോ പരിസരത്തോ നീ കാലുകുത്തിയ ഓർത്തോ, പിന്നെ നീ ഇല്ല. ലെനിൻ പിന്നോട്ട് കൈനീട്ടി. കണ്ടെയ്നർ സാബു 500-ന്റെ 2 കെട്ട് നോട്ട് അവന്റെ കൈവെള്ളിയിലേക്ക് വച്ചു കൊടുത്തു. അവനത് അവറാച്ചന്റെ നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാ നീ തന്ന പണം. ഇതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീർന്നു. മനസ്സിലായല്ലോ? ഉച്ചത്തിലുള്ള സംസാരം കേട്ട് അവറാച്ചന്റെ ഭാര്യയും പുറത്തേക്ക് വന്നു. ലെനിൻ അവളെ അടിമുടി ഒന്ന് നോക്കി. പറഞ്ഞു കൊടുക്കണം നീ ഭർത്താവിന്, ലെനിനോട് കരിക്കുന്നവർക്ക് ഓശാന പാടരുതെന്ന്. അല്ലെങ്കിൽ പെട്ടിയിൽ വെച്ച് പള്ളി സെമിത്തീരയിലേക്ക് കെട്ടിയെടുക്കാൻ പോലും ഇവന്റെ ശവം ഞാൻ തരത്തില്ല. മനസ്സിലായോ? ആ സ്ത്രീ ഭയന്ന് അവറാച്ചന്റെ പിന്നിലേക്ക് മാറി. ലെനിൻ തുടർന്നു. മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും വകയില്ലാത്ത നിനക്ക് തെരുവിലിറങ്ങേണ്ടി വരും വ്യഭിചാരത്തിന്. ഓർത്തോ? ലെനിൻ വെട്ടിത്തിരിഞ്ഞു. വാടാ. ആ സംഘം വാഹനങ്ങൾക്കു നേരെ നടക്കുമ്പോൾ മുറ്റത്തെ ഷെഡിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഒരാൾക്ക് പിന്നാലെ മറ്റൊരാളായി 8 തമിഴന്മാരും പുറത്തു വന്നു. അവർ ഓലഭിത്തിയിൽ ചാരി നിന്നു. ലെനിന്റെ കാലുകൾ നിശ്ചലമായി. ചുളിഞ്ഞ നെറ്റിയോടെ അവൻ അവരെ നോക്കി. വെറ്റില കൊണ്ടിലെ മണ്ടന്മാർ. കൊള്ളാം, എനിക്കിഷ്ടമായി. പക്ഷേ ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് മടങ്ങിപ്പൊയ്ക്കോണം. മനസ്സിലായോ? എന്തോ തമാശ കാണുന്നത് പോലെ അവർ നോക്കി നിന്നതേയുള്ളൂ. ലെനിന് പെരുത്തു കയറി. എന്താടാ കഴിവറുകളെ ഉണ്ട വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ഇത് ലെനിന്റെ നാടാ. ഞാൻ വിചാരിക്കാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങത്തില്ല. പുരിഞ്ചിതാ. അപ്പോഴും അത് തങ്ങളോടല്ലെന്ന ഭാവത്തിൽ നിന്നതേയുള്ളൂ തമിഴന്മാർ. അവറാച്ചനെ ഒന്നുകൂടി നോക്കിയിട്ട് ലെനിനും സംഘവും തങ്ങൾ വന്ന വാഹനങ്ങളിൽ കയറി. പിന്നോട്ടെടുത്ത് അവ തിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോഴിക്കൂട് തെറിച്ചുപോയി. അതിനുള്ളിൽ കിടന്ന കോഴികൾ ബഹളം വെച്ചു. ഭാര്യ ഭയന്ന് അവറാച്ചനെ അള്ളിപ്പിടിച്ചു. വേണ്ട ചായ,
ലെനിനെതിരെ ഒന്നിനും നിൽക്കണ്ട. എനിക്ക് ആകെ പേടി തോന്നുക. നേർത്ത ചിരിയോടെ അവറാച്ചൻ ഭാര്യയുടെ പിടി വിടുവിച്ചു. പിന്നെ തറയിൽ വീണ നോട്ടുകെട്ടുകൾ എടുത്തു. നീ പേടിക്കണ്ട. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പനയുടെ അത്രയും ആയിക്കഴിഞ്ഞാലോ പിന്നെ അധോഗതിയാ. ഇപ്പോ പന പോലെ വളർന്നു കഴിഞ്ഞു ലെനിൻ. ഇനി അവന്റെ പതനം തുടങ്ങുക. അതിന്റെ മുന്നോടിയാ ശിവജിയുടെ വരവ്. ഇനി അധികകാലം ലെനിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അച്ചായ, ഇതെന്ത് ഭ്രാന്താ ഈ പറയണേ? ഒക്കെ വഴിയെ നിനക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇനി ശിവജിയുടെ കൂടെ ഉണ്ടാവും. ഉറച്ചതായിരുന്നു അവറാച്ചന്റെ ശബ്ദം. വീണ്ടും എന്തോ പറയാമെന്നത് ആ സ്ത്രീ വിഴുങ്ങി. രാവിലെ 9 മണി. പുതുതായി കെട്ടിയുണ്ടാക്കിയ ശിവജിയുടെ വീടിന് മുന്നിൽ അയൽക്കാരും നാബി മജീദും അവന്റെ കുടുംബവുമെല്ലാം ഒത്തുകൂടി. ട്രാക്ടറിൽ അവറാച്ചനും തമിഴന്മാരും കൂടി എത്തിയതോടെ കോറം പൂർത്തിയായി. വീടിനുള്ളിൽ പാൽ തിളപ്പിക്കുകയായിരുന്നു ദുർഗ. അവൾക്കരികിൽ മീനാക്ഷിയമ്മയും സുഹറയും ഖദീജയുമുണ്ട്. പുതിയ വീട്ടിലെ പാലുകാച്ചൽ കർമ്മത്തിനുള്ള കൂടിച്ചേരലായിരുന്നു അവിടെ. അത് ഭംഗിയായി നടന്നു. അതിനുശേഷം ചെറിയ തോതിൽ ഒരു കാപ്പി സൽക്കാരവും നടത്തി. പെട്ടെന്നാണ് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് ഒരു ബൈക്കിൽ പാഞ്ഞു വന്നത്. ശിവജി വിളിച്ചുകൊണ്ട് തിടുക്കത്തിൽ അയാൾ അവന്റെ അടുത്തെത്തി. എന്താ സാറേ, എന്നെയൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ജയിലിൽ പോകുമ്പോ സാറൊരു മെമ്പർ പോലും ആയിരുന്നില്ല. ശിവജി ചിരിച്ചു. ഒക്കെ അങ്ങനെ അങ്ങ് വന്നു ഭവിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാളുടെ മുഖം പൊടുന്നനെ ഗൗരവത്തിലായി. ആ, ഞാൻ വന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാ. എന്താ സർ? ആദ്യം പ്രസിഡന്റ് ഇരിക്കുകയും പറഞ്ഞുകൊണ്ട് ബീരാൻകുട്ടി ഒരു ഫൈബർ കസേര കൊണ്ടുവന്ന് മുറ്റത്തിട്ടു. പക്ഷേ കനകരാജ് ഇരുന്നില്ല. അയാൾ തുടർന്നു. ശിവജി ഇവിടെ നിന്നും പോയതോടെ മഹത്തായ ഒരു ലക്ഷ്യം പകുതി വഴിയിൽ വെച്ച് മുറിഞ്ഞു പോയിരുന്നു. ശിവജി നെറ്റിച്ചുളിച്ച് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. അതെ, നമ്മുടെ നാടിന്റെ ശാപം തന്നെ. ഗ്രാൻഡിസ് മരങ്ങൾ, നമ്മുടെ ജലസ്രോതസ്സുകളെ ഊറ്റിക്കുടിക്കുന്ന മരങ്ങൾ, ഈ മണ്ണിനെ മരുഭൂമിയാക്കുന്ന മരങ്ങൾ. ശിവജിയുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. ഒരു നിമിഷം അവന്റെ ഉള്ളിൽ ആവേശത്തിന്റെ അഗ്നിക്കാറ്റ് വട്ടം ചുറ്റി. കണ്ണുകൾക്ക് മുന്നിൽ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും തെളിഞ്ഞു. ശിവജി! മജീദ് അവന്റെ തോളിൽ തൊട്ടു. സ്വപ്നത്തിൽ നിന്ന് എന്ന പോലെ ഞെട്ടിയുണർന്ന് അവൻ ചുറ്റും പകച്ചു നോക്കി. എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജാള്യത്തോടെ അവൻ പ്രസിഡന്റ് കനകരാജിനോട് പറഞ്ഞു. സാറ് ബാക്കി പറഞ്ഞില്ല. ആ, നിന്റെയും ഈ നാട്ടുകാരുടെയും ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കണം. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ നിന്റെ ഏത് നീക്കത്തിനും ഒപ്പത്തിനൊപ്പം ഇനി ഞാനുണ്ടാവും. കാന്തല്ലൂരിനെയും മറയൂരിനെയും നമുക്ക് ഗ്രാൻഡിസ് മരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇനിയും ഇവിടെ ജലം നിറയണം, നെല്ല് വിളയണം. നീ എന്തു പറയുന്നു? ജയിലിൽ പോയതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല സാറേ. അവന്റെ ശബ്ദം മുറുകി. തീരുമാനങ്ങൾക്ക് കുറെ കൂടി കരുത്ത് കിട്ടിയെന്ന് സാരം. കനകരാജിന്റെ മുഖം തെളിഞ്ഞു. എങ്കിൽ അതിന്റെ ആദ്യ പടി ഇന്ന് തന്നെ തുടങ്ങണം. അയാൾ ആവേശത്തിലായി. മലയാളത്ത് ഭഗവതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയിൽ പുതിയ ഗ്രാൻഡിസ് മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള പണി ഇന്ന് തുടങ്ങുകയാണ്. ഏ? ശിവജി പിടഞ്ഞുണർന്നു. അവന്റെ സിരകളിൽ രക്തയോട്ടത്തിന് വേഗതയേറി. എല്ലാം കേട്ടുനിന്ന മീനാക്ഷിയമ്മയുടെ ഹൃദയതാളം മുറുകി. ഈശ്വര, പുതിയ യുദ്ധം തുടങ്ങുകയാണോ? ആളുകൾ നിശബ്ദരായി ശിവജിയുടെ മറുപടിക്ക് കാതോർത്തു. അവിടെ ഗ്രാൻഡിസ് മരങ്ങൾ നടില്ല. നിശബ്ദതയിലേക്ക് ഇടിമുഴക്കം പോലെ അവന്റെ ശബ്ദം ചിതറി വീണു. മലമടക്കുകളിൽ അത് പ്രതിഫലിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നി. പ്രകൃതി കലി തുള്ളുന്നത് പോലെ ഒരു ചുഴലിക്കാറ്റ് കുന്നിറങ്ങി വന്നു. ശർക്കര ഷെഡിനരികിൽ കൂട്ടിയിട്ടിരുന്ന ചണ്ടിയും ഉണങ്ങിയ കരിയിലകളും വട്ടം ചുറ്റി തൂണുപോലെ മേലേക്കുയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് ശിവജിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ തിരക്കി. അവിടെ ഗ്രാൻഡിസ് മരങ്ങൾ നടുന്നത് തടയണം. ശിവജി മജീദിനെയും അവറാച്ചിനെയും തമിഴരെയും നോക്കി. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ശിവജി. അവിടെ മലയാളത്ത് ഭഗവതി ക്ഷേത്രത്തിനരികിൽ ഗ്രാമീണർ കൂടിയിട്ടുണ്ട്. പോയേക്കാം. ശിവജി വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് മടങ്ങി വന്നു. മോനെ, മീനാക്ഷിയമ്മ എന്തോ പറയാൻ ഭാവിച്ചു. തടയരുതമ്മേ. അവന്റെ വാക്കിനു മുന്നിൽ അവർ നിശബ്ദരായി. അവർ അച്ഛനും തമിഴന്മാരും ട്രാക്ടറിൽ കയറി കഴിഞ്ഞിരുന്നു. ശിവജി കനകരാജിന്റെ ബൈക്കിനു പിന്നിലും ബീരാൻകുട്ടിയും ചില നാട്ടുകാരും
മജീദിന്റെ ക്വാളീസിലും കയറി. 3 വാഹനങ്ങളും കുന്നുകയറി പാഞ്ഞുപോയി. എന്റെ കെടാനൂരമ്മേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും? മീനാക്ഷിയമ്മ തളർച്ചയോടെ പെറുപെറുത്തു. നീ അങ്ങനെ പറയാതെ മീനാക്ഷി. അമരാതി തള്ള അവരെ കുറ്റപ്പെടുത്തി. ഒരു നല്ല കാര്യത്തിനല്ലേ ശിവജി പോയേക്കുന്നേ? മീനാക്ഷിയമ്മ മിണ്ടിയില്ല. എനിക്കുകൂടി പോകണമെന്നുണ്ടായിരുന്നു, ദുർഗ സുഹറയോട് പറഞ്ഞു. അത് കേട്ട് മീനാക്ഷിയമ്മ മകളെ രൂക്ഷമായി ഒന്ന് നോക്കി. നീലയും ചുവപ്പും പൂക്കളുമായി റോഡിന് ഇരുവശത്തും പടർന്നു നിൽക്കുന്ന കാളിയമ്മൻ പത്തിരി ചെടികൾക്കിടയിലൂടെ വാഹനങ്ങൾ മലയാളത്ത് ഭഗവതി ക്ഷേത്രത്തോട് അടുത്തുകൊണ്ടിരുന്നു. അവിടെ തുരുമ്പെടുത്തു കിടന്ന ഒരു സ്വകാര്യ ബസ്സിനപ്പുറം ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം. കുറെ പേർ റോഡിന്റെ തിട്ടയ്ക്കപ്പുറമുള്ള ചെറിയ കനാലിന്റെ കരയിൽ നിന്നും കുന്നിലേക്ക് നോക്കി. നീലിമല. വാഹനങ്ങൾ നിന്നു. ശിവജിയും സംഘവും ഇറങ്ങി. അതോടെ നാട്ടുകാരുടെ ശ്രദ്ധ അവരിലേക്കായി. ശിവജി ചുറ്റുമൊന്ന് നോക്കി. റോഡിന്റെ ഓരം ചേർന്ന് 4 ലോറികൾ കൂടി കിടപ്പുണ്ട്. അതിൽ ഒരടിയോളം നീളത്തിൽ വളർന്ന ഗ്രാൻഡിസ് തൈകൾ. പ്ലാസ്റ്റിക് കവറുകളിലാണ് ചെടികൾ. നാട്ടുകാരിൽ ചിലർ പ്രസിഡന്റ് കനകരാജിന്റെ അടുത്തെത്തി. സാറേ, എങ്ങനെയും ഇത് നടന്നു തടയണം. കനകരാജൻ തലയാട്ടി. അതിനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ശിവജിയും കനകരാജനും അവറാച്ചനും മജീദും മറ്റും അടങ്ങുന്ന സംഘം റോഡിന്റെ മേലെ തിട്ടയിലേക്ക് കയറി. പിന്നെ കനാലിന്റെ മീതെ കൂടി അപ്പുറത്തേക്ക് ചാടി ഇടത്തേക്ക് തിരിഞ്ഞ് കുന്നിലേക്ക് നടന്നു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് തട്ടുതട്ടായി തിരിച്ച ഭൂമിയിൽ വിളവെടുപ്പിന് പാകമായി തുടങ്ങിയ ക്യാബേജുകൾ ശിവജി കണ്ടു. താഴ്വരയുടെ അങ്ങേ തലക്കിൽ ശ്രീരാമഗുഹാ ക്ഷേത്രത്തിന്റെ വാതിൽ കണ്ടു. കുന്നിലെ കാട് വെട്ടിത്തെളിച്ച് ഗ്രാൻഡിസ് നടാൻ 100ഓളം തൊഴിലാളികൾ കുഴികൾ എടുക്കുന്നു. സ്ഥലമുടമയാണെന്ന് തോന്നിക്കുന്ന ഒരാൾ അത് നോക്കി നിൽക്കുന്നു. അയാളുടെ വാലുകൾ എന്ന് തോന്നിക്കുന്ന വേറെ ചിലരും അടുത്തുണ്ട്. ശിവജിയും സംഘവും അവിടേക്ക് പോകുന്നത് കണ്ട് നാട്ടുകാർ പതുക്കെ പതുക്കെ പിന്നാലെ ചെന്നു. ആളുകളുടെ വരവ് കണ്ട് തൊഴിലാളികൾ ഒരു നിമിഷം പണി നിർത്തി തിരിഞ്ഞു. എന്നാൽ മുതലാളി കൈകൊണ്ട് ഒരാംഗ്യം കാട്ടി. അവർ വീണ്ടും പണി തുടർന്നു. ശിവജി കുന്നിൻ മുകളിലേക്ക് നോക്കി. അപ്പോൾ വെള്ളം തിളച്ചതുപോലെ ഒരു നനവ്. നീരുറവുകൾ ധാരാളമുള്ള സോണാമുണ്ടൽ. അപ്പുറത്താണ് ചതുരഗിരി തീർത്ഥം. 15 മിനിറ്റോളം എടുത്തു അവർ സ്ഥലമുടമയുടെ അടുത്തെത്താൻ. കനകരാജൻ ശബ്ദം താഴ്ത്തി ശിവജിയോട് പറഞ്ഞു. അയാളുടെ പേര് അലക്സ് തോമസ് എന്ന. പത്തനംതിട്ട ജില്ലയിൽ എവിടെയോ ആണ് വീട്. ഈ കുന്നു വാങ്ങിയിട്ട് 3 മാസം പോലും ആയില്ല. ശിവജി അമർത്തി മൂളി. അലക്സ് തോമസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കി ചിരിച്ചു. ഇന്ന് രാവിലെയും കൂടി ഞാൻ സാറിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഐശ്വര്യമായി ഒരു തൈ നട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. കനകരാജന്റെ മുഖത്ത് പൊടുന്നനെ ഗൗരവം വന്നു. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് തോമസേ. അതിനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അലക്സ് തോമസിന്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ വല്ലാതെയൊന്ന് വെട്ടി. അയാൾ എല്ലാവരെയും ശ്രദ്ധിച്ചു. പിന്നെ പറഞ്ഞു, അതിനെന്താ, പ്രസിഡന്റ് സംസാരിച്ചോളൂ. കനകരാജൻ ശിവജിക്ക് നേരെ കൈ ചൂണ്ടി. ഇത് ശിവജി, എനിക്ക് പറയാനുള്ളത് കൂടി ഇവൻ പറയും. തോമസിനത് ഇഷ്ടമായില്ലെന്ന് മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി. എങ്കിലും സമ്മതിച്ചു. ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് നിങ്ങൾ നാട്ടുകാരുടെ സഹകരണം എനിക്ക് വേണ്ടതല്ലേ? അതെ. ശിവജി മുന്നോട്ട് നീങ്ങി. തോമസ് സാർ, ഇത് കണ്ടോ? കാന്തല്ലൂരിൽ ഏറ്റവും അധികം നീരുറവുള്ള കുന്നുകളിൽ ഒന്നാണിത്. അതെ, അതുകൊണ്ട് തന്നെ ഗ്രാൻഡിസിന് ഇവിടെ നല്ല വളർച്ച കിട്ടും. അലക്സ് തോമസ് ചിരിക്കുകയാണ്. അത് ശരിയായിരിക്കും. പക്ഷേ മരങ്ങൾ വലുതാകും തോറും ജലസ്രോതസ്സുകൾ നഷ്ടമായി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അലക്സ് തോമസിന്റെ ഭാവം മാറി തുടങ്ങി. സാറ് ഈ മരം നടുന്ന പദ്ധതി ഉപേക്ഷിക്കണം. ശിവജി നെഞ്ചിൽ കൈകെട്ടി നിന്ന് വളരെ ശാന്തതയോടെ അറിയിച്ചു. അലക്സ് തോമസിന് പെരുത്തു കയറി. എന്നോട് എങ്ങനെ സംസാരിക്കാൻ? നിങ്ങളാരാ? ഇത് ഞാൻ വാങ്ങിയ മണ്ണ. എന്ത് നടണമെന്നും നടേണ്ടെന്നും തീരുമാനിക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും ഉപദേശം വേണ്ട. ഈ നാട്ടുകാരുമായി എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റുമില്ല. നിങ്ങൾക്ക് പോകാം. രോഷം കൊണ്ട് അലക്സ് തോമസിന്റെ ചീർത്ത മുഖത്തെ മാംസം വിറച്ചു. പണിക്കാർ പിന്നെയും പണി നിർത്തി അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചു. ശിവജി അപ്പോഴും സംയമനം കൈവിട്ടില്ല. ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് അറിവുള്ള ആളായിരിക്കും സാറ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കഷ്ടമാ. പിന്നെ ഞാൻ എങ്ങനെ പറയണ ഹേ? കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയ സ്ഥലം ഞാൻ വെറുതെ ഇടണോ?
അലക്സ് തോമസ് ഷർട്ടിന് മീതെ ധരിച്ചിരുന്ന കമ്പിളി ഒന്ന് ഇളക്കിയിട്ടു. സ്ഥലം വെറുതെ ഇടണമെന്ന് പറഞ്ഞില്ലല്ലോ സർ. ഇവിടെ നിങ്ങൾക്ക് കരിമ്പോ വെളുത്തുള്ളിയോ ക്യാബേജോ കൃഷി ചെയ്യാമല്ലോ. അതല്ലെങ്കിൽ നെല്ല് പോലും ആവാം. ഫൂ! അലക്സ് തോമസ് കാറി തുപ്പി. എനിക്ക് മനസ്സില്ല. സാറ് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നീ എന്താടാ ഭീഷണിപ്പെടുത്തുകയാണോ? അയാൾക്ക് ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ മുന്നോട്ട് വന്നു. ദേ, ഇങ്ങേരുടെ എച്ചില് താൻ തിന്നുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് പറഞ്ഞ് ഞങ്ങളോട് കളിക്കാൻ നിൽക്കല്ലേ. ബിബൻജീത് കൈ ചൂണ്ടി. അയാൾ വിളറിപ്പോയി. നിങ്ങൾ എന്തോന്ന് കണ്ടുകൊണ്ട് നിൽക്കുവാടാ? തോമസ് പണിക്കരെ നോക്കി. വേഗം പണി തീർക്കാൻ നോക്ക്. അപ്പോ സാറിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? അവസാന ചോദ്യം പോലെ ശിവജി ചോദിച്ചു. ഇല്ല, നിങ്ങൾ എത്രയും വേഗം ഒന്ന് ഒഴിഞ്ഞു തന്നാൽ നല്ലത്. ശിവജി തിരിഞ്ഞ് തന്റെ ഒപ്പമുണ്ടായിരുന്നവരെ നോക്കി. പത്തനംതിട്ട എന്ന് വന്നതുകൊണ്ടാ ഈ സാറിങ്ങനെ. പക്ഷേ വ്യക്തമായി പറഞ്ഞ സാറിന് മനസ്സിലാകും. അവൻ മെല്ലെ മീശത്തുമ്പ് മേലേക്കൊന്ന് തള്ളി. ഷർട്ടിന്റെ കൈകൾ അല്പം കൂടി തേർത്ത് കയറ്റി. എങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ പോവുകയാ. ഇവിടെ ഗ്രാൻഡിസ് മരങ്ങൾ നടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിന് നിന്റെയൊക്കെ സമ്മതം ആർക്കു വേണം? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. തോമസ് അരയിലൊന്ന് തടവി. അതൊക്കെ അങ്ങ് നാട്ടില്, ഇവിടെ പറ്റത്തില്ല. ശിവജിയുടെ സ്വരവും മാറി തുടങ്ങി. ഇവിടെ നടുന്നില്ലെന്ന് പറഞ്ഞ നടുന്നില്ല, അത്ര തന്നെ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അലക്സ് തോമസ് പെട്ടെന്ന് സെൽഫോൺ എടുത്തു. അല്പം അകലേക്ക് മാറി നിന്ന് ശബ്ദം താഴ്ത്തി അയാൾ ആരുമായോ സംസാരിച്ചു. പിന്നെ മടങ്ങിയെത്തി. ഇവിടെ പോലീസും നിയമവും ഉണ്ടോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അത് കേട്ട് ശിവജി ഉറക്കെ ചിരിച്ചു. മറ്റുള്ളവരിലേക്കും ആ ചിരി പടർന്നു. പോലീസ്? ഇക്കാര്യത്തിൽ സാറിന് അവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? മരം നട്ട് സഹായിക്കാമോ? അതൊക്കെ നീ നോക്കിക്കോടാ. തോമസ് ഭീഷണിപ്പെടുത്തി. ഇവിടെ വന്ന് വസ്തു വാങ്ങാമെങ്കിൽ ഇവിടെ ഗ്രാൻഡിസ് നടാനുള്ള ചങ്കുറപ്പും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. എത്ര ചങ്കുറപ്പുണ്ടെങ്കിലും ഒറ്റ മരത്തെ പോലും ഇവിടെ വളരത്തില്ല സാറേ. നാബി മജീദ് കാര്യം പറഞ്ഞു. എങ്കിൽ കണ്ടിട്ട് തന്നെ കാര്യം. തോമസ് തന്റെ പണിക്കാരെ നോക്കി. തൽക്കാലം കുഴിയെടുപ്പ് നിർത്ത്. എന്നിട്ട് ലോറിയിൽ നിന്ന് തൈകൾ എടുത്തോണ്ട് വന്ന് നട്ടു തുടങ്ങും. ഇവന്മാർ എന്ത് ചെയ്യുമെന്നൊന്ന് കാണട്ടെ. പണിക്കാർ മൺവെട്ടി താഴെ വെച്ചിട്ട് ലോറിക്ക് നേരെ നടക്കാനാഞ്ഞു. വേണ്ട! ഇടിമുഴക്കം പോലെ ശിവജിയുടെ ഒച്ചയുയർന്നു. ഏതവനെങ്കിലും ഒരു തൈ ഈ മണ്ണിൽ നട്ടാൽ തൊട്ടടുത്ത് വലിയൊരു കുഴി കൂടി എടുക്കേണ്ടി വരും അവനെ മൂടാൻ. എവിടെ നിന്നോ വന്ന തൊഴിലാളികൾ. അവർ പരുങ്ങി. അലക്സ് തോമസിന് കലിയേറി. അയാൾ ഞൊടിയിടയിൽ അരയിൽ നിന്നൊരു പിസ്റ്റൾ വലിച്ചെടുത്തു. ഇത് കണ്ടോ? ചുട്ടുകളയും ഞാൻ. നീയൊക്കെ എന്താടാ എന്നെ കുറിച്ച് കരുതിയത്? ചുമ്മാ കയ്യും വീശിയാ ഞാൻ ഇങ്ങോട്ട് വന്നെന്നോ? ഓ, ഈ കളിപ്പാട്ടത്തിന്റെ ബലത്തിലാ സാറ് ഡയലോഗ് കാച്ചിയത് അല്ലേ? പക്ഷേ ചൊണയുണ്ടേ. സാറ് ഞങ്ങളുടെ ആരുടെയെങ്കിലും നേരെ ഒന്ന് നിറയൊഴിച്ചേ കാണട്ടെ. ശിവജി തന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ച് നെഞ്ചു വിരിച്ചു. ആദ്യം ഇങ്ങോട്ട് തന്നെ വെക്കുവടി. അലക്സ് തോമസ് അവന്റെ നെഞ്ചിലേക്ക് പിസ്റ്റൾ ചൂണ്ടി. പക്ഷേ വിരലുകൾ വിറയ്ക്കുന്നത് ശിവജി കണ്ടു. എന്താ സാറേ ഒരു വിറയല്? സാറ് പണ്ട് പൂച്ചയെ കൊന്നിട്ടുണ്ടോ? തോമസ് കടപ്പല്ലു ഞെരിച്ചു. അടുത്ത നിമിഷം ശിവജി ഒറ്റക്കാലിൽ ഒന്ന് കറങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് തോമസിന് ശരിക്കും മനസ്സിലായില്ല. പക്ഷേ പിസ്റ്റൾ അവന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് അയാൾ കണ്ടത്. സാറിന് വൈകി ഈ നെഞ്ചിൻ കൂടിന്റെ കട്ടി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. അവൻ പിസ്റ്റളിന്റെ ബാരൽ കമ്പിളിക്ക് മീതെ കൂടി അയാളുടെ നെഞ്ചിൽ കുത്തി. അലക്സ് തോമസ് കിടുങ്ങിപ്പോയി. തോമസ് സാറേ, നിങ്ങൾ ഈ നിമിഷം ഈ പണി നിർത്തിക്കോണം. ഇത് ശിവജിയുടെ ഉത്തരവാ. തോമസ് വിളറി. ശിവജി പണിക്കാരെ നോക്കി. നിങ്ങൾക്കുള്ള കൂലി എത്രയാണെന്ന് വെച്ചാ സാർ തരും. പക്ഷേ ഇത്തരം പണിക്കിനി ഈ നീലിമലയിൽ കാല് കുത്തിപ്പോകരുത്. വേഗം ഇറങ്ങിക്കോ റോഡിലേക്ക്. തൊഴിലാളികൾ പരസ്പരം നോക്കി. പിന്നെ നിരനിരയായി കുന്നിറങ്ങി തുടങ്ങി. ഗ്രാമീണർക്കിടയിൽ സന്തോഷത്തിന്റെ ആരവം ഉയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് പറഞ്ഞു. തോമസ് സാറേ, ഞങ്ങൾ ഇതുവരെ നിങ്ങളെ ഒരു ശത്രുവായി കണ്ടിട്ടില്ല. പക്ഷേ തോമസ് മിണ്ടിയില്ല. ശിവജി അയാളുടെ കൈ പിടിച്ച് പിസ്റ്റൾ അങ്ങോട്ട് വച്ചു കൊടുത്തു. ഇരിക്കട്ടെ സാറേ, വെടിവെച്ച് കളിക്കാം. പരാജിതന്റെ സങ്കടത്തോടും ദേഷ്യത്തോടും
തോമസിന്റെ വാക്കുകൾ പുറത്തു ചാടി. ശിവജി, നിന്റെ പേര് ഇനി എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടാകും. നിന്റെ ചിത കത്തുന്നത് കണ്ടിട്ട് ഇവിടെ മരങ്ങൾ നട്ടിട്ടേ ഇനി ഞാൻ നാട്ടിലേക്കുള്ളൂ. കാതിൽ നുള്ളിക്കോടാ. ഓ ശരി. അവറാച്ചൻ ശിവജിക്ക് അരികിലെത്തി. ഇവന്റെ ശരീരത്ത് എൻ്റെ പിള്ളേരുടെ കൈത്തരിപ്പൊന്ന് തീർത്താലോ ശിവജി? ഇപ്പം വേണ്ട അവറാച്ച, അതിനുള്ള സമയം ഇനിയും കിട്ടും. അവരും തിരിച്ചിറങ്ങി. ലോറികൾക്കരികിൽ ഡ്രൈവർമാരുണ്ടായിരുന്നു. നിങ്ങൾ തൊഴിലാളികളാ, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഈ തൈകൾ എവിടുന്ന് കൊണ്ടുവന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചുവിട്ടോ, ശിവജി അറിയിച്ചു. രംഗം പന്തിയല്ലെന്ന് തോന്നിയതിനാൽ 4 ലോറികളും ഗ്രാൻഡിസ് തൈകളുമായി മടങ്ങി. ശിവജി സിന്ദാബാദ്! പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ജനം അത് ഏറ്റുവിളിച്ചു. സമയം 11 മണി. അലക്സ് തോമസിന്റെ കറുത്ത BMW കാർ MLA ഗോപിദാസിന്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകി വന്നതുപോലെ നിന്നു. പിൻസീറ്റിൽ നിന്ന് തോമസ് ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് കയറി. പൊടുന്നനെ വാതിൽക്കൽ ലെനിൻ പ്രത്യക്ഷപ്പെട്ടു. ആരിത്? തോമസ് അച്ചായനോ? അവൻ ചിരിച്ചുകൊണ്ട് കൈനീട്ടി. തോമസ് ആ കരം കവർന്നെങ്കിലും മുഖം മുറുകി തന്നെ നിന്നു. അകത്തേക്ക് വായിച്ചായ. ലെനിന് പിന്നാലെ തോമസ് അകത്തെത്തി. ഇരുന്നപ്പോഴേക്കും MLA കടന്നു വന്നു. മരങ്ങൾ നടാൻ പറ്റിയില്ല അല്ലേ? എതിരെ ഇരിക്കുന്നതിനിടയിൽ ഗോപിദാസ് തിരക്കി. ഇല്ല, ആ തെണ്ടി ശിവജി സമ്മതിച്ചില്ല. ഗോപിദാസ് തലയാട്ടി. ഗോപി സാറിന്റെയും ലെനിന്റെയും വാക്കുകൾക്കപ്പുറത്ത് മറയൂരും കാന്തല്ലൂരും ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ഞാൻ കേട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. അറിയാം, ഗോപിദാസ് സമ്മതിച്ചു. ഒറ്റ ദിവസത്തേക്ക് കൂടിയേ ഉള്ളൂ ആ ശിവജിയുടെ നികളിപ്പ്. സാറിന് വേഗിക്ക് പറ, ഞാൻ നല്ലൊന്നാന്തരം പിള്ളേരെ ഇറക്കിക്കോളാം. ശിവജിയെ അവര് കൈകാര്യം ചെയ്തോളൂ. തോമസ് പല്ലു ഞെരിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചായ, പറഞ്ഞത് ലെനിനാണ്. നിമിഷം വെച്ച് അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഇലക്ഷൻ വരുന്നത് കൊണ്ടാ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. ഒന്നിനും പിറകിൽ നമ്മളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുതല്ലോ. അതൊക്കെ ശരിയാവാം, പക്ഷേ എൻ്റെ കാര്യം. അത് തന്നെയാ പറഞ്ഞത്. ഗോപിദാസ് നിവർന്നിരുന്നു. നാളെ ധർമ്മരാജിന് പകരം പുതിയ SI ഇവിടെ ചാർജ് എടുക്കും. മൂന്നാറിൽ ആന്റണിക്ക് പകരം CAയും. രണ്ടും നമ്മുടെ ആളുകളാ. പിന്നെ തോമസിന് ഗ്രാൻഡിസ് മരം നടുക മാത്രമല്ല, വേണമെങ്കിൽ ചന്ദനമരം വരെ മുറിക്കുകയും ചെയ്യാം. ഗോപിദാസ് ചിരിച്ചു. അലക്സ് തോമസും ലെനിനും ആ ചിരിയിൽ പങ്കുചേർന്നു. സുധാമണി ഒരു ട്രേയിൽ ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്ന് തോമസിന് നൽകി. നമ്മുടെ തോട്ടത്തിലെ തന്നെ ആപ്പിളാ, ലെനിൻ പറഞ്ഞു. അധിക നേരം അവിടെ തങ്ങാതെ അലക്സ് തോമസ് മടങ്ങി. 4 മണി കഴിഞ്ഞപ്പോൾ ശിവജി ഹോസ്പിറ്റലിലെത്തി. മുറിയിൽ രുക്മിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവജിയെ കണ്ട് അവർ എഴുന്നേറ്റിരുന്നു. മോള് കുറച്ചു മുമ്പ് ശിവജിയുടെ കാര്യം പറഞ്ഞു. ശിവജി ചോദ്യഭാവത്തിൽ അവരെ നോക്കി. ഗ്രാൻഡിസ് തൈകൾ നടുന്നതിനെതിരെ ഇന്ന് കാന്തല്ലൂരിൽ പ്രശ്നമുണ്ടാക്കി അല്ലേ? അവൻ തലയാട്ടി. അറിഞ്ഞുകൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമല്ലേ അത്? ശിവജി സൂക്ഷിക്കണം. ഞങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാ. ശത്രുക്കൾക്ക് പണവും സ്വാധീനവും വളരെ കൂടുതലാ. രുക്മിണിയുടെ ഒച്ച ചിലമ്പി. അറിയാമേ. അവൻ വിഷയം മാറ്റി. സീത എവിടെ പോയി? വീട്ടിലേക്ക്. നേരത്തെ പറഞ്ഞ ആ CD ഇല്ലേ, ഇനി അത് അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ആ ക്വാർട്ടേഴ്സ് മുഴുവൻ ഇടിച്ചു പൊളിച്ചിട്ടായാലും ശത്രുക്കൾ അത് കണ്ടെടുക്കും. രുക്മിണി തുടർന്നു. തൽക്കാലം അത് ശിവജിയെ ഏൽപ്പിക്കാനാ അയാളുടെ തീരുമാനം. സീത ഒറ്റയ്ക്കാണോ പോയത്? അതെ, നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഉവ്, എന്നാലും ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. അതും പറഞ്ഞ് ശിവജി എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് നിന്ന് റോഡിലേക്ക് നോക്കി. അപ്പോൾ ക്വാർട്ടേഴ്സിന്റെ അകത്തെ മുറിയിലുണ്ടായിരുന്നു സീത. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു കലണ്ടർ അവൾ ആണിയിൽ നിന്ന് അടർത്തിയെടുത്തു. അത് മേശപ്പുറത്തേക്ക് കമിഴ്ത്തി വെച്ചു. ആ കലണ്ടറിന് പിന്നിൽ സെല്ലോ ടോപ്പ് കൊണ്ട് ഒട്ടിച്ച നിലയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലായിരുന്നു CD. സീത വളരെ സൂക്ഷ്മതയോടെ ടേപ്പിളക്കി CD കയ്യിലെടുത്തു. ഇതിനു വേണ്ടിയാണ് അവർ അമ്മയെ. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. CD അവൾ ഒരു പുസ്തകത്തിനുള്ളിലാക്കി കയ്യിലെടുത്തു. അടുത്ത നിമിഷം പിന്നിൽ ഒരൊച്ച കേട്ട് സീത ഞെട്ടിച്ചിരിഞ്ഞു. നെഞ്ചിനുള്ളിൽ ഒരു തീയുണ്ട പതിച്ചതുപോലെ അവൾ വിറച്ചുപോയി. പിന്നിൽ വാതിലടച്ച് ബോൾട്ട് ചെയ്യുന്ന ഒരു മൊട്ടത്തലയൻ.
അയാൾ തിരിഞ്ഞ് വാതിലിൽ ചാരി നിന്ന് ചിരിച്ചു. കത്രിക പരമു. അയാളുടെ കഞ്ചാവ് കറ പിടിച്ച കറുത്ത പല്ലുകൾ അവൾ കണ്ടു. അപ്പോ ഇവിടെ ആയിരുന്നു സാധനം സൂക്ഷിച്ചിരുന്നത് അല്ലേ? അയാൾ കൈനീട്ടി. അതിങ്ങ് തന്നേരെ കൊച്ചേ. ഇല്ല. അവൾ തൻ്റെ കൈകൾ പിന്നിലേക്ക് മാറ്റി. പരമു അവളെ അടിമുടി ഒന്ന് നോക്കി. നീ എത്ര നിലവിളിച്ചാലും ആരും ഇങ്ങോട്ട് വരത്തില്ല. ഇന്നത്തെ എൻ്റെ കണി കലക്കി. സീഡിയും പിന്നെ നീയും. അയാൾ കരുതലോടെ അവൾക്ക് നേരെ ചുവട് വെച്ചു. സീതയുടെ കണ്ണുകൾ ഇടം വലം ഒന്ന് വെട്ടി. രക്ഷപ്പെടാൻ യാതൊരു പഴുതും കണ്ടില്ല. അവളുടെ ആ ഭാവം കണ്ടപ്പോൾ കത്രിക പരമുവിന് രസമേറി. രക്ഷപ്പെടാനൊന്നും കഴിയത്തില്ല കൊച്ചേ. അടങ്ങി ഒതുങ്ങി എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇരയെ വേട്ടയാടി പിടിക്കുന്ന എൻ്റെ രീതി ഞാൻ അങ്ങ് നടപ്പാക്കും. സീതയുടെ മുഖം മുറുകി. താൻ എന്താടാ കരുതിയത്? നിന്റെ ഈ ഭാവം കണ്ട ഞാനങ്ങ് ഭയന്നു പോകുമെന്നോ? സി ഡി ഇടം കൈയിലേക്ക് മാറ്റി പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് സീത വലതു കൈ ചൂണ്ടി. എന്റെ സിരകളിൽ ഓടുന്നത് തൻ്റേതുപോലെ ദുഷിച്ചു നാറിയ രക്തമല്ല, അസൽ പോലീസ് ചോരയാ. അതുകൊണ്ട് മര്യാദയ്ക്ക് വാതിൽ തുറന്ന് പുറത്തു പോ. അവളുടെ പല്ലുകൾ ഞെരിയുന്ന ഒച്ച കേട്ട് പരമ ചിരിച്ചു. അമർത്തിയ ഒരു തരം ക്രൂരമായ ചിരി. ആ ശബ്ദം ഭിത്തിയിൽ ചെന്ന് തട്ടി മെറ്റൽ കഷ്ണങ്ങൾ പോലെ തൻ്റെ കാതുകളിൽ വന്നടിക്കുന്നത് സീത അറിഞ്ഞു. പുറമേ ധൈര്യം ഭാവിച്ചെങ്കിലും അവളുടെ ഉള്ളു കിടുങ്ങുകയായിരുന്നു. ഇയാളെ തള്ളി വീഴ്ത്തിയിട്ട് മുന്നോട്ട് കുതിച്ചാൽ അരനിമിഷം കൊണ്ട് വാതിൽക്കലെത്താം. അത്രയും നേരം കൊണ്ട് വാതിലിന്റെ ബോട്ടെടുക്കാൻ കൂടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷേ അവളുടെ മനോവിചാരം തിരിച്ചറിഞ്ഞതുപോലെ പരമു മടക്കി കുത്തിയ മുഷിഞ്ഞ മുണ്ട് മേലേക്ക് മാറ്റിയിട്ട് കാക്കി നിക്കറിന്റെ പോക്കറ്റിൽ നിന്നും കത്രികയെടുത്തു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലടി നിനക്ക്. വേണ്ടി വന്നാ നിന്റെ കുരവള്ളി അറുക്കും ഞാൻ. അയാൾ അവളുടെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. ശ്വാസം പോലും നിയന്ത്രിച്ച് സീത പിന്നോട്ടടിവെച്ചു. അവസാനം ഭിത്തിയിൽ മുട്ടി നിന്നു. പരമു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം നട്ടുകൊണ്ട് മുന്നോട്ട് വീണ്ടും അടുത്തു. പിന്നെ ഇടം കൈ മുന്നോട്ട് നീട്ടി. ആദ്യം സീഡിത. ഇല്ല. അവൾ തല വെട്ടിച്ചു. അയാൾ കത്രിക അവളുടെ കഴുത്തിൽ വിടർത്തി ചേർത്തു. എൻ്റെ ഈ വിരലുകളൊന്ന് ചലിച്ചാൽ പിന്നെ നിന്റെ കഴുത്തില്ല. ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ നിൽക്കുകയാണ് സീത. നിമിഷത്തിനുള്ളിൽ അവൾ കുടുകുടെ വിയർത്തു. കഴുത്തിലൂടെ ഒലിച്ചു വന്ന വിയർപ്പുചാൽ കത്രികയിലേക്ക് വീണ് താഴേക്കിറ്റു. മാറിടം ധൃതിയിൽ ഉയർന്നു താണു. പരമുവിന് രസമേറി. ചാകാൻ പോകുന്ന ഒരു മത്സ്യത്തിൻ്റെതുപോലെ അവളുടെ തൊണ്ടയണങ്ങുന്നത് അയാൾ കണ്ടു. കത്രിക അമർത്തി പിടിച്ചുകൊണ്ട് പരമു പിന്നിലേക്ക് കൈ കടത്തി സീഡി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ആ നിമിഷം പുറത്തൊരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. പരമുവിന്റെ പുരുകം ചൊളിഞ്ഞു. മുറിക്കുള്ളിലേക്ക് ആരോ തിടുക്കത്തിൽ കടക്കുന്നതിന്റെ കാലോച്ച. തുടർന്ന് വിളി. സീതേ. അവൾ വിളി കേൾക്കാൻ നാവനക്കിയതാണ്. പക്ഷേ പരമു ഇടതു കൈപ്പടം അവളുടെ വായ്ക്ക് മീതെ അമർത്തി. എന്നിട്ട് കാതിൽ മന്ത്രിച്ചു. നായിന്റെ മോളെ, മിണ്ടിപ്പോകരുത്. മിണ്ടിയാൽ സത്യമായിട്ടും നിന്റെ കഴുത്തറക്കും ഞാൻ, കോഴിയെ കണ്ടിക്കുന്നത് പോലെ. സീതയുടെ ഉടലിൽ ഒരു വിറയൽ പടർന്നു. പുറത്ത് വീണ്ടും വിളിയൊച്ച. സീതേ. തുടർന്ന് തിടുക്കത്തിൽ ആ കെട്ടിടത്തിന്റെ ഓരോ മുറിയും കയറിയിറങ്ങുന്ന കാലൊച്ചകൾ. പരമുവിനും അപകടം മണത്തു തുടങ്ങി. അടുത്ത നിമിഷം അവർ നിന്നിരുന്ന മുറിയുടെ വാതിലിൽ ആരോ തള്ളി. സീതേ. പ്രതികരണമില്ലാത്തപ്പോൾ മടങ്ങിപ്പോകുന്ന കാലൊച്ച. പരമുവിന്റെ മുഖം തെളിഞ്ഞു. സീത തളർന്നുപോയി. രക്ഷപ്പെടുമെന്ന് തോന്നിയ നിമിഷങ്ങളാണ് നഷ്ടമായത്. ഓട്ടോ സ്റ്റാർട്ടാകുന്ന ശബ്ദം. താനിപ്പോൾ താഴെ വീഴുമെന്ന് തോന്നി സീതയ്ക്ക്. പരമു അവളുടെ മുഖത്തു നിന്നും കൈപ്പട മാറ്റി. രക്ഷിക്കണേ. പെട്ടെന്ന് അവൾ അലറിക്കരഞ്ഞു. അത് പരമു പ്രതീക്ഷിച്ചതായിരുന്നില്ല. അയാളൊന്ന് ഞെട്ടി. ആ സെക്കൻഡിൽ തന്നെ സീത തന്റെ കഴുത്തിൽ അമർന്ന കത്രിക തട്ടിമാറ്റി മുന്നോട്ട് കുതിച്ചു. നിൽക്കടി അവിടെ. പരമു അവളുടെ തലമുടിയിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. സീത തറയിൽ മലർന്നു വീണു. പരമു ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൾക്കരികിലിരുന്നു. സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട മുയൽക്കുട്ടിക്ക് ഒരിക്കലും രക്ഷയില്ലടി. വീഴ്ചയിൽ സീതയുടെ ശരീരം നന്നായി വേദനിച്ചിരുന്നു. എങ്കിലും അവൾ ചാടി എഴുന്നേൽക്കാനാഞ്ഞു. പരമു പക്ഷേ സമ്മതിച്ചില്ല. അയാൾ സീഡിയിരുന്ന അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് തിരിച്ചു. ആ. വേദനയോടെ അവൾ പുളഞ്ഞു. സീഡി തറയിൽ വീണു. യാതൊരു തിടുക്കവും കൂടാതെ അയാൾ അതെടുത്ത് പോക്കറ്റിലിട്ടു. ആദ്യ കർമ്മം കഴിഞ്ഞു. ഇനി രണ്ടാം കർമ്മം. അതെന്താണെന്ന് സീതയ്ക്ക് ബോധ്യമായി. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചതൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ്.
ആ ചിന്ത ഒരാവേശമായി അവളിൽ പടർന്നിറങ്ങി. ഇല്ലടാ, ജീവനുള്ള എന്റെ ശരീരത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞതും അവൾ കാലുയർത്തി അയാളെ ചവിട്ടി. നേർത്തൊരു വിലാപത്തോടെ പരമു പിന്നോട്ട് മറിഞ്ഞു. ആ സെക്കൻഡിൽ സീത ചാടി എണീറ്റു. കാലുകൾ ചിറകുകളാക്കി അവൾ വാതിൽക്കലേക്ക് കുതിച്ചു. ബോട്ട് വലിച്ചു മാറ്റി വാതിൽപ്പാളി വലിച്ചു തുറന്ന് അവൾ പുറത്തേക്ക് ചാടിയത് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക്. ആയത്തിൽ അവൾ ചെന്ന് അയാളുടെ നെഞ്ചിലിടിച്ചു നിന്നു. പാറ പോലെ ഉറച്ചു നിന്നിരുന്ന ആ മനുഷ്യൻ താഴെ വീഴാതെ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. സീത ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ശിവജി. ആ സമയം തറയിൽ നിന്നും ചാടി എണീറ്റ് കത്രിക ഓങ്ങിക്കൊണ്ട് പാഞ്ഞു വരികയായിരുന്നു പരമു. മിന്നൽ പോലെ ശിവജി സീതയെ തന്റെ പിന്നിൽ ഒളിപ്പിച്ചു. പിന്നെ തന്റെ നെഞ്ചിന് നേരെ എത്തിയ കത്രിക പിടിച്ച കയ്യിൽ കടന്നു പിടിച്ചു. ഒപ്പം കാൽമുട്ട് മടക്കി ഒറ്റയടി. അടിവയർ പിളരുന്ന വേദനയോടെ പരമു അലറിപ്പോയി. ആ നിലയിൽ തന്നെ അയാളെ മുറിയിലേക്ക് തള്ളിക്കൊണ്ട് ശിവജിയും അകത്തേക്ക് കയറി. പിന്നെ കാലുകൊണ്ട് തട്ടി വാതിലടച്ചു. സീത നടുക്കത്തോടെ അവിടെ തന്നെ നിന്നു. അകത്ത് കനത്ത സംഘട്ടനത്തിന്റെ ശബ്ദങ്ങൾ, അമർത്തിയ നിലവിളികൾ, എന്തൊക്കെയോ വീണുടയുന്ന ഒച്ച. സീതയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം അകത്ത് ഒരു ഞരക്കം മാത്രം ബാക്കിയായി. വാതിൽ തുറക്കപ്പെട്ടു. സീത കണ്ടു. ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് പരമുവിനെ പുറത്തേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവരുന്നു ശിവജി. ഒരു പഴംതുണി കെട്ടുപോലെ ആയിപ്പോയിരുന്നു പരമു. അയാളുടെ വായിലൂടെ ഉമിനീരു കലർന്ന ചോര പുറത്തേക്ക് വന്നു. ശിവജി പിടിവിട്ടപ്പോൾ പരമു തറയിൽ കിടന്നു. സീത ചിരിച്ചു. കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരി. ശിവജി പോക്കറ്റിൽ നിന്ന് CD എടുത്ത് അവളെ കാണിച്ചു. ഇതിനി ഞാൻ സൂക്ഷിച്ചോളാം സീതെ. അവൾ തലയാട്ടി. ശിവജി കത്രിക പരമുവിന്റെ തലയ്ക്കരികിലിരുന്നു. പരമു, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചാലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിടുകയാ. പരമു എന്തോ പറയാൻ വായി തുറന്നു. പക്ഷെ പുറത്തേക്ക് വന്നത് കട്ട ചോരയാണ്. ശിവജി എഴുന്നേറ്റു. പിന്നെ പുറത്തേക്ക് നോക്കി വിളിച്ചു, യോവാൻ. ഓ. വിളി കേട്ടുകൊണ്ട് ഓട്ടോ ഡ്രൈവർ യോവാൻ അകത്തെത്തി. അവൻ പരമുവിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ശിവജി സീതയ്ക്ക് നേരെ തിരിഞ്ഞു. പോയി മുഖം കഴുകിയിട്ട് വാ. സീതയുടെ അമ്മ ഇതൊന്നും അറിയണ്ട. നന്ദിയോടെ അവൾ അവനെ നോക്കി. പിന്നെ മുഖം കഴുകി തുടച്ചു വന്നു. ഇരുവരും പുറത്തു വരുമ്പോൾ വേച്ച് വേച്ച് നടന്നു പോകുന്ന പരമുവിനെ കണ്ടു. വാതിൽ പൂട്ടി അവർ ഓട്ടോയിൽ കയറി. നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത മട്ടിൽ സീത പിന്നോട്ട് ചാരിയിരുന്നു. വല്ലാതെ ഭയന്നു പോയി അല്ലേ? അവൻ തിരക്കി. അവൾ മൂളി. പിന്നെ പറഞ്ഞു, ഓട്ടോ തിരിച്ചു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ തിരിച്ചു പോയെന്ന്. അല്ലേ? താക്കോൽ പഴുതിലൂടെ മുറിയിലെ രംഗം ഞാൻ കണ്ടിരുന്നു സീതയെ. അപ്പോ വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ പരമു സീതയെ ആക്രമിക്കും, അല്ലെങ്കിൽ പരിചയാക്കി രക്ഷപ്പെടും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഇറക്കിയ ഒരു നമ്പറായിരുന്നു അത്. എങ്കിലും ഞാൻ കരുതിയതിനേക്കാൾ ധൈര്യവതിയാണ് സീത. സ്വയം രക്ഷപ്പെട്ട് പുറത്തു വന്നല്ലോ. ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടതുപോലെ അവൾ അവനെ ഒന്ന് നോക്കി. എങ്ങനെ ഇവിടെ എത്തി? ഞാൻ സീതയുടെ അമ്മയെ കാണാൻ ആശുപത്രിയിൽ വന്നതാ. അമ്മ പറഞ്ഞു സീത ഇങ്ങോട്ട് പോന്നെന്ന്. മടങ്ങി വരാൻ വൈകിയപ്പോൾ ആപത്ത് മണത്തു. ഉടൻ യോവാനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ഓട്ടോ ആശുപത്രിയിലേക്ക് അടുക്കുകയായിരുന്നു. അപ്പോൾ മൂന്നാർ DYSP രാജൻ പണിക്കർ ഗോപിദാസ് MLAയുടെ വീട്ടിലുണ്ടായിരുന്നു. പറഞ്ഞു വന്നതിന്റെ ബാക്കി എന്നവണ്ണം ഗോപിദാസ് തുടർന്നു. പണിക്കർ എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അർഹിക്കുന്നതിന് കൂടുതൽ ഞാൻ തനിക്ക് വാരിക്കോരി തന്നിട്ടില്ലേ? അല്ലെങ്കിൽ താൻ കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടില്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സർ. രാജൻ പണിക്കർ അസ്വസ്ഥനായി. പണിക്കര് സാർ എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും അതല്ല ഇവിടുത്തെ പ്രശ്നം. ശബ്ദം കേട്ട് രാജൻ പണിക്കർ തിരിഞ്ഞു നോക്കി. കോണിപ്പടി ഇറങ്ങി വരുന്നു ലെനിൻ. അവൻ പണിക്കരുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. ഞങ്ങൾക്കിപ്പോ എത്രയും വേഗം ചെയ്തു തരേണ്ട കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, തിരുമൂർത്തിയെ SP മുന്നിൽ CI ആന്റണി ഹാജരാക്കാൻ പാടില്ല. 2, അലക്സ് തോമസിന്റെ ഗ്രാൻഡിസ് തോട്ടത്തിന് എതിര് നിൽക്കാൻ ശിവജിക്കോ അവിടുത്തെ തെണ്ടികൾക്കോ കഴിയരുത്. ആജ്ഞ പോലെയായിരുന്നു അവന്റെ ശബ്ദം. രാജൻ പണിക്കർക്ക് നാവ് ചൊറിഞ്ഞു വന്നതാണ്. പക്ഷേ ഗോപിദാസ് മുന്നിലിരിക്കുമ്പോൾ അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. പകരം പറഞ്ഞതിങ്ങനെ, ആന്റണി സെൽഫോൺ പോലും ഓഫ് ചെയ്തു വെച്ചിരിക്കുക. അല്ലെങ്കിൽ ടവർ ട്രേസ് ചെയ്തെങ്കിലും മൂർത്തിയെ കണ്ടുപിടിക്കായിരുന്നു. ഏതായാലും ഒന്നുറപ്പിക്കാം, ആന്റണി വീട്ടിലില്ല. അപ്പോൾ അക്കാര്യം നടക്കത്തില്ലെന്നാണോ സാറ് പറയുന്നത്? ലെനിന്റെ കണ്ണുകൾ കുറുകി. എന്നല്ല,
ആന്റണി SP സാറിനെ കാണാൻ എത്തിയാൽ ഉടൻ വിവരം നമ്മൾ അറിയും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് എന്താടോ പ്രയോജനം? ഗോപിദാസിന് ദേഷ്യം വന്നു. വഴിയിൽ വെച്ച് തന്നെ അയാളെ തടഞ്ഞ് മൂർത്തിയെ മോചിപ്പിക്കേണ്ടേ? അതുതന്നെയാണ് സർ ഉദ്ദേശിക്കുന്നത്. ലഹരി മരുന്ന് കടത്തുന്നുണ്ടെന്ന് ഒരു അനോണിമസ് കോൾ കിട്ടിയിട്ടുണ്ടെന്നും എല്ലാ വാഹനങ്ങളും മുഖം നോക്കാതെ പരിശോധിക്കണമെന്നും മെസ്സേജ് നൽകിയിട്ടുണ്ട് എല്ലാ സ്റ്റേഷനുകളിലേക്കും. ആ നിലയ്ക്ക് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ആന്റണിക്ക് മൂർത്തിയെ SP ഓഫീസിലേക്കോ സാറിന്റെ ക്വാർട്ടേഴ്സിലേക്കോ കൊണ്ടുപോകാനാവില്ല. രാജൻ പണിക്കർ തന്റെ മീശയിൽ ഒന്ന് തടവി. അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പില്ലാത്തതുപോലെ ഗോപിദാസ് മൂളി. എനിക്ക് നാളെ തിരുവനന്തപുരത്തിന് പോണം, സീറ്റ് വിഭജന ചർച്ചയ്ക്ക്. അതിനു മുമ്പ് അലക്സ് തോമസിന്റെ തോട്ടത്തിന്റെ കാര്യം ശരിയാക്കണം. ഞാൻ ശിവജിയുമായി സംസാരിക്കാം സർ. വെറുതെ സംസാരിച്ച പോരാ, വേണ്ടി വന്ന ഒരു കേസ് ഉണ്ടാക്കി അവനെ പൊക്കി അകത്തിടണം സർ. ആന്റണി ഇന്ന് തന്നെയാണല്ലോ SP കാണാൻ പറഞ്ഞിരിക്കുന്നത്? അതെ സർ. ഉടൻ തന്നെ ഗോപിദാസ് സെൽഫോൺ എടുത്ത് SP നമ്പർ കുത്തി. പിന്നെ ശബ്ദം താഴ്ത്തി സംസാരിച്ചു തുടങ്ങി. സമയം 4 മണി. CA ആന്റണി പഴയ തേയില ഫാക്ടറിയുടെ മുറ്റത്ത് നിന്ന് മലമുകളിലേക്ക് നോക്കി. നിരയൊത്ത തേയിലക്കാടുകൾക്കു മീതെ കൂടി പതുക്കെ പതുക്കെ മഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു. ചുണ്ടിൽ എരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് തുപ്പിക്കളഞ്ഞിട്ട് ആന്റണി തിരിഞ്ഞ് ഫാക്ടറിയിലേക്ക് കയറി. ഉപയോഗശൂന്യമായ ഫാക്ടറി ആയിരുന്നു അത്. പൊടിപടലങ്ങൾ നിറഞ്ഞ ഹാളിന്റെ അങ്ങേ തലക്കിലേക്ക് ആന്റണി നടന്നു. അവിടെ പഴയ ചാക്കുകൾക്ക് മീതെ കിടക്കുകയായിരുന്നു തിരുമൂർത്തി. അയാൾക്ക് മുന്നിൽ ഭക്ഷണാവശിഷ്ടങ്ങളുള്ള ഒരു തകരപാത്രവും പകുതി ഒഴിഞ്ഞ വെള്ളവുമായി ഒരു മഗ്ഗും. പാദപതന ശബ്ദം കേട്ട് മൂർത്തി തലയുയർത്തി. ആന്റണിയെ കണ്ടതും അയാൾ പറഞ്ഞു, ഒന്നുകിൽ സാർ എന്നെ ഏതെങ്കിലും ആശുപത്രിയിലാക്ക്, അല്ലെങ്കിൽ ഒരു കുപ്പി മദ്യമെങ്കിലും വാങ്ങിച്ചുതാ. നിന്നെ അമേരിക്കയിലോ സിംഗപ്പൂരിലോ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നടത്താനാ എന്റെ തീരുമാനം. എന്താ, നിനക്ക് സമ്മതമാണോ? മൂർത്തി മുഖം കുനിച്ചു. ആന്റണി തുടർന്നു, പിന്നെ മദ്യം, അത് എത്ര വേണമെങ്കിലും നിന്റെ അണ്ണാക്കിലോട്ട് ഇറ്റിച്ചു തരുന്നുണ്ട് ഞാൻ. പക്ഷേ അതിനു മുമ്പ് നിന്നെ SP സാറിന്റെ മുന്നിൽ ഹാജരാക്കണം എനിക്ക്. മൂർത്തി പിന്നെ മിണ്ടിയില്ല. ഈ നില തുടർന്നാൽ തന്റെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് തോന്നി അയാൾക്ക്. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ആന്റണി പിന്നെയും പുറത്തു വന്നു. താഴെ മലയടിവാരത്തെ എസ്റ്റേറ്റ് റോഡിലൂടെ ഒരു വാഹനം വരുന്നതിന്റെ ഒച്ച കേട്ടു. ആന്റണി അങ്ങോട്ട് നോക്കി. പിക്കപ്പ് വാനാണ്. കുറേ നേരം എടുത്തു അത് ഫാക്ടറിക്ക് മുന്നിലെത്താൻ. വാൻ നിർത്തി ചുറ്റും നോക്കിക്കൊണ്ട് കോൺസ്റ്റബിൾ പ്രഭാകരൻ ഇറങ്ങി. അയാൾ ആന്റണിക്ക് മുന്നിൽ വന്ന് അറ്റൻഷനായി. എന്തൊക്കെയാണ് വാർത്തകൾ? രാജൻ പണിക്കർ സർ ആന്റണി സാറിന്റെ സെൽഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാനും ഓർഡർ ഇട്ടിട്ടുണ്ട്. വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് ആന്റണി തലയാട്ടി. നെക്സ്റ്റ്. SP മിക്കവാറും കോട്ടയത്തിന് പോയിരിക്കുന്നു. സന്ധ്യയ്ക്ക് ശേഷമേ മടങ്ങിയെത്തൂ. മിക്കവാറും ഇന്നിനി ഓഫീസിൽ പോകാൻ ഇടയില്ല. പിന്നെ സാറിന് പകരം സർക്കിൾ ഇൻസ്പെക്ടർ രാവിലെ ചാർജ് എടുക്കും. ആരാണത്? പേരൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുകളിൽ നിന്ന് നേരിട്ടുള്ള ഡയറക്ഷനാ. ആന്റണി മീശ പിരിച്ചിട്ട് തലമുടിയിൽ പിന്നോട്ട് തടവി. പ്രഭാകരൻ തുടർന്നു. എസ്റ്റേറ്റുകാരുടെ വകയാ ഈ പിക്കപ്പ് വാൻ. അതുകൊണ്ട് പെട്ടെന്നാരും സംശയിക്കത്തില്ല. നന്നായി. എങ്കിലിനി പ്രഭാകരൻ ഇവിടെ നിൽക്കണ്ട, വിട്ടോ. സാർ ഒറ്റയ്ക്ക്? അത് മതിയടോ. ആന്റണി ചിരിച്ചു. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എനിക്ക് മാത്രമായിക്കോട്ടെ അത്. എന്നിട്ടും പ്രഭാകരൻ സന്ദേഹത്തോടെ നിന്നു. ആന്റണി അയാളുടെ തോളിൽ കൈവച്ചു. താൻ ധൈര്യമായിട്ട് പോ, എനിക്കൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ സഹായിച്ചതിന്റെ പേരിൽ താനും ഇപ്പോ മേലാളന്മാരുടെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞു. എനിവേ താങ്ക്സ്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം പ്രഭാകരന്. ഒരിക്കൽ കൂടി അറ്റൻഷനായിട്ട് അയാൾ തേയിലക്കാടുകൾക്കിടയിലൂടെ കുറുക്ക് വഴിയെ കുന്നിറങ്ങിപ്പോയി. സന്ധ്യ കഴിഞ്ഞു. പ്രഭാകരൻ മെയിൻ റോഡിലെത്തിയപ്പോൾ ഹെഡ്ലൈറ്റുകളിൽ തീയരിച്ചുകൊണ്ട് അടിമാലി മൂന്നാർ റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അയാൾ പല വാഹനങ്ങൾക്കും കൈ കാണിച്ചെങ്കിലും ഒന്നും നിർത്തിയില്ല. അവസാനം ഒരു വാഹനം അല്പം മുന്നോട്ട് നീങ്ങി നിന്നു. അയാൾ ഓടി അടുത്തെത്തി. ഒരു സ്കോർപിയോ. മൂന്നാറിനാണോ? പ്രഭാകരൻ തിരക്കി. അതെ. അകത്തെ ഇരുളിൽ നിന്നും ശബ്ദം വന്നു. ഒപ്പം ഡ്രൈവർക്ക് പിന്നിലെ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. അങ്ങോട്ടാണെങ്കിൽ കയറിക്കോ. പ്രഭാകരൻ കയറി. ആ മനുഷ്യനും പിന്നാലെ കയറി. ഡോർ അടഞ്ഞു. സ്കോർപിയോ എടുത്തു ചാടുന്നത് പോലെ മുന്നോട്ട് കുതിച്ചു. പ്രഭാകരൻ ചുറ്റും നോക്കി. മുന്നിലും പിന്നിലും ആളുകളുണ്ട്. മുഖം വ്യക്തമല്ല.
നിങ്ങൾ എങ്ങോട്ടാ? ആരോടൊന്നില്ലാതെയായിരുന്നു ചോദ്യം. അങ്ങനെയൊന്നുമില്ല, ഒരാളെ തപ്പിയിറങ്ങിയതാ, തൊട്ടടുത്തിരുന്ന ആൾ പറഞ്ഞു. എന്നിട്ട് കണ്ടില്ലേ? ഇല്ല, പക്ഷേ അയാളിലെത്താൻ മറ്റൊരാളെ കിട്ടി. ആ മറുപടി പിന്നിൽ നിന്നായിരുന്നു. പ്രഭാകരന് എന്തോ സംശയം തോന്നി. അയാൾ തിരിയാൻ ഭാവിച്ചതും വാരിയെല്ലുകൾക്കിടയിൽ ഒരു ലോഹമുന അമർന്നു. ഒപ്പം പല്ലു ഞെരിയുന്ന ശബ്ദവും. മോനെ പ്രഭാകരാ, അനങ്ങരുത്. അനങ്ങിയ നിന്റെ എല്ലുകൾക്കിടയിലൂടെ ഇതങ്ങ് അകത്ത് കയറും. പ്രഭാകരൻ കിടുങ്ങിപ്പോയി. താൻ പെട്ടിരിക്കുന്നു. ഒരു നിമിഷം പിന്നിൽ നിന്നൊരു കയർക്കുരുക്ക് അയാളുടെ കഴുത്തിൽ വീണു. നിന്നിലൂടെ ഞങ്ങൾ ആന്റണിക്ക് അരികിലെത്തും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി വേഗം കാണാം. നന്ദി.